ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനെ നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യാദേശധാരിണേ ജയോ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്ത വൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ജയോ കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം ജയോ കൃഷ്ണ ബലരാം ജയോ രാധാ ശ്യാമ സുന്ദരാധേ ജയോ ഗൗരനിതായ് ജയോ ഗൗരനിതായ് ജയോ ജയ പ്രഭുപാദ് ജയോ ജയ ഗുരുദേവ് നിത്യായി ഗൗര ഹരി ബോൾ कृष्ण बलराम की जय, राधा श्याम सुंदर ललिता विशाखा देवी की जय, गौरनिताय की जय, पंचदत्त की जय, षड्गोसावीस की जय 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 श्री राधे श्याम राधे श्री राधे श्री राधे। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः तस्मै श्रीगुरुवे नमः तस्मै श्रीगुरुवे नमः। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। उग्रं वीर्यं महाविष्णुञ्ज्वलन्दं सर्वतोमुखं नरसिंहं भीषणं भद्रं मृत्युमृत्युं नमामि। उग्रं वीर्यं महाविष्णुञ्ज्वलन्दं सर्वतोमुखं नरसिंहं भीषणं भद्रं मृत्युमृत्युं नमामि। उग्रं वीर्यं महाविष्णुञ्ज्वलन्दं सर्वतोमुखं नरसिंहं भीषणं भद्रं मृत्युमृत्युं नमामि। श्री श्री नरसिंह भगवान की जय, नरहरि की जय, प्रहलाद महाराज की जय। जय 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 श्री राधेश्याम। ओम नमो भगवते वासुदेवाय। ओम श्री कृष्णाय परब्रह्मणे नमो नमः। നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ഞാൻ കേട്ടു ചൈതന്യ മഹാപ്രഭുവിന്റെ ഗൗരപൂർണിമ വരുന്നത്. ഏതായാലും പൈതൽ പ്രഭു ഭയങ്കര ചലാക്ക, നേരെ ഇങ്ങോട്ട് തള്ളി. പൈതൽ പ്രഭുവിന്റെ കൂട്ടത്ര അത്രയും എക്സ്പീരിയൻസ് ഒന്നുമില്ല. പൈതലായിരുന്നപ്പോഴേ പ്രഭുജി ഇതില് ഡീപ്പ് ഭക്തനായിട്ട് വന്നു എന്നുള്ളതാണ്. അറിയാമോ പറഞ്ഞതാണ്. ആ പ്രഭുജിക്ക് അറിയാത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല. പ്രഭുജി എന്താ ചെയ്യുന്നത്? ശ്രീകൃഷ്ണൻ എങ്ങനെയാണ് ചെയ്തത്? അർജുനനെ മുൻനിർത്തിക്കൊണ്ട് ശ്രീകൃഷ്ണൻ തന്നെ ഓരോ കാര്യം ചെയ്തു. പക്ഷെ അർജുനന് പേര് കൊടുത്തു. അർജുനന്റെ പ്രശസ്തി വർദ്ധിക്കാൻ വേണ്ടിയിട്ട് അർജുനനെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തു. യുദ്ധസമയത്തായി കഴിഞ്ഞാലും എല്ലാം ഭഗവാനാണ് എല്ലാം ചെയ്തതെന്നുള്ളത് എന്ന് പറയുന്ന പോലെ ഈ പൈതൽ പ്രഭു അത് തന്നെ ചെയ്യുന്നതാണ്. പൈതൽ പ്രഭു ഓരോരുത്തരെ മുൻനിർത്തി ഓരോരോ കാര്യങ്ങൾ ചെയ്യിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? പൈതൽ പ്രഭു വിചാരിക്കുന്ന എന്താ? ഈ ഭക്തർക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പേരും പ്രശസ്തി ആയിക്കോട്ടെ എന്നുള്ള ധാരണ. എന്നിട്ട് പൈതൽ പ്രഭു പുറകിലോട്ട് മാറും. എന്നിട്ട് യഥാർത്ഥ ഭക്തർ അങ്ങനെയാണെന്നുള്ളതാണ്. ന ധനം ന ജനം ന സുന്ദരി കവിതാംബ ജഗദീശ കാമയെ മമ ജന്മനീശ്വരേ ഭവതാത് ഭക്തീര ഇതു വീതുയേ. ജനം വേണ്ട, സുന്ദരി വേണ്ട, കവിത ധനം ന ജനം, ധനവും വേണ്ട. മനസ്സിലായ പറഞ്ഞത്? ഭഗവാൻ അവരെ എപ്പോഴും കൈപിടിച്ച് നടത്തുന്ന ആൾക്കാരല്ലേ. പിന്നെ എന്തിനാ അവർക്ക് ധനം, സുന്ദരിയും വേണ്ട, ജനവും വേണ്ട, ആരും വേണ്ട. അവർക്ക് എന്താ വേണ്ടുന്നത്? ഭക്തീര ഇതു വീതുയേ, ഭക്തി മാത്രം മതി എന്നുള്ളതാ. അതാണ് യഥാർത്ഥ ഭക്തന്റെ ഒരു ലക്ഷണം എന്നുള്ളതാ. എന്നാൽ തന്നെ പൈതൽ പ്രഭുവിന്റെ ആജ്ഞയാല് എനിക്ക് അറിയാവുന്ന കാര്യം പറയാം. എനിക്ക് അത്രയൊന്നും അറിയില്ല, എന്നാൽ തന്നെ അറിയാവുന്ന കാര്യം പറയാം. പ്രഭുജി മായാപ്പൂരിലായിരുന്നു. എന്തേ പ്രഭുജി അങ്ങനെ ചെയ്തത്? മായാപ്പൂരിലെ ആ ഇൻഫർമേഷൻ ഒക്കെ ഇവർക്ക് കൊടുത്തൂടെ? ഹരിബോൾ. മാതാജി പറഞ്ഞാട്ടെ, അത് കഴിഞ്ഞിട്ട് പറയാം. മിച്ചമുള്ളത് പറയാം.
അല്ല, ഒരു കാര്യം ചെയ്യേ പ്രഭുജി, യഥാർത്ഥത്തിലാണെന്നുണ്ടെങ്കിൽ നിത്യാനന്ദ പ്രഭുവും ചൈതന്യ മഹാപ്രഭുവും മായാപൂരിലെ തന്നെയല്ലേ? പറഞ്ഞോളൂ, എന്നിട്ട് പിന്നെ ഞാൻ പറയാം. പിന്നെ അതുമല്ല, എനിക്ക് ക്ലാസ് എടുക്കണമല്ലോ. പ്രഭുജി ഒരു 10 മിനിറ്റ് പറയൂ, എന്നിട്ട് പിന്നെ നമുക്ക് നോക്കാം. ശരി പ്രഭുജി, ശരി. ഹരേ കൃഷ്ണ. അപ്പോ ചൈതന്യ മഹാപ്രഭു, മാതാജിയുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് ചൈതന്യ മഹാപ്രഭുയുടെ ബർത്തിന് എങ്ങനെയാണ് നമ്മൾ വ്രതം എടുക്കുന്നു എന്നായിരുന്ന അല്ലേ മാതാജി? ഹരേ കൃഷ്ണ. അതെ പ്രഭു, നമ്മൾ ചന്ദ്രോദയം വരെ ഫാസ്റ്റിംഗ് ആയിട്ടാണ് കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തത്. അങ്ങനെ വേണോന്ന് ചോദിക്കാനായിരുന്നു. ഹരേ കൃഷ്ണ. അത് പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചിരിക്കുന്ന സമയത്താണ് ഭഗവാൻ ജനിച്ചത്. അപ്പോ അവിടെയുള്ള എല്ലാ ജനങ്ങളും ആ ഗംഗാ നദിയിൽ മുങ്ങി ഗൗരംഗ 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 എന്നിങ്ങനെ വിളിച്ച്, അപ്പോഴാണ് ഭഗവാന്റെ ജനനം. അതാണ് അവിടെ വൈകുന്നേരങ്ങൾ രാവിലെയും. അല്ലാതെ എനിക്ക് എക്സാക്ട് ഇതിന്റെ വളരെ പൂർണ്ണമായിട്ട് എനിക്ക് പറയാൻ അറിയില്ല. അതാണ് ഞാൻ ജസ്റ്റ് വ്രതം എടുക്കാറുണ്ട്. അത് കഴിഞ്ഞതിന് രാത്രിയാകുമ്പോൾ ഒരുമിച്ച് നമ്മളവിടെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അഭിഷേകം നടത്തും. അഭിഷേകം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വ്രതം മുറിക്കാറുണ്ട്. അങ്ങനെ അതിൽ കൂടുതലായിട്ട് അറിയില്ല. ചൈതന്യ മഹാപ്രഭുവിന്റെ ഫാസ്റ്റ് എന്താ പറയാ ഓരോ ലീലകള് നമ്മള് ജഗസാക്ഷി പ്രഭു അതുപോലെ ആരെങ്കിലും പറയാറുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് അന്ന് ഫുൾ ഫാസ്റ്റിംഗ് ആയിരിക്കും എടുക്കുന്നത്. ഹരേ കൃഷ്ണ. ഇത് മാത്രമേ എനിക്ക് അറിയാവൂ. ഇപ്പൊ കൂടുതൽ മാതാജിക്ക് അറിയാൻ പറ്റും, അതുകൊണ്ടാണ് ഞാൻ മാതാജിയെ റെക്കമെൻഡ് ചെയ്തത്. ഹരേ കൃഷ്ണ. ചുമ്മാ പറയുന്നത് അതെനിക്കറിയാം. എന്നാലും പോട്ടെ, ഭഗവാന്റെ ഇച്ഛയായിരിക്കും. ഒരു പക്ഷേ സജീദേവി, അതോണം അന്നുണ്ട് ജഗന്നാഥ് മിശ്ര, ഇവർക്ക് രണ്ടുപേർക്കും ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവര് രണ്ടുപേരും ബ്രാഹ്മണരാണ്. ജഗന്നാഥ് മിശ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗാധനായിട്ടുള്ളൊരു പണ്ഡിതനാണ്. ആ പണ്ഡിതന് സജീദേവി ആദ്യം ഒരു കുട്ടിയുണ്ടായി. വിശംബരൻ എന്നായിരുന്നു പേരെന്ന് തോന്നുന്നു. എന്നിട്ട് അദ്ദേഹം കുറച്ചൊരു പ്രായം 3-4 വയസ്സായപ്പോഴത്തേക്കുണ്ടല്ലോ, ഈ ഓരോരോ സന്യാസിമാര് നമ്മുടെ വീടുകളിൽ വരുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ വീട്ടിലും ജഗന്നാഥ് മിശ്രയുടെ സജീദേവിയുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു സന്യാസി വന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പോകുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ദക്ഷിണ കൊടുക്കണമല്ലോ. ദക്ഷിണ കൊടുക്കണ ആ സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സന്യാസി ചോദിച്ചത് എന്താ, ഈ കുട്ടിയെ എന്റെ കൂടെ വിടണമെന്ന് പറഞ്ഞു. ആകെയുള്ളൊരു മോന, ഒന്ന് ആലോചിച്ച് നോക്കുമല്ലോ. എന്നാൽ തന്നെ അവര് നിഷേധിച്ചില്ല എന്നുള്ളതാ. നമുക്ക് വടക്കോട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ എന്നുണ്ടെങ്കിൽ വന്നത് ഇങ്ങനെ വിവേകാനന്ദൻ ഇങ്ങനെ കേരളത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഓരോരോ സ്ഥലത്ത് പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ഒക്കെ നടത്തുന്ന സമയത്തുണ്ടല്ലോ, ഒരുപാട് പേര് ഇതിൽ ആകർഷിതരായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ പോയിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ അതേപോലെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇങ്ങനെ സന്യാസിമാരൊക്കെ കൂടെ ഒക്കെ ഓരോ ആൾക്കാർ പോയിട്ടുണ്ട്. ഇതേപോലെ ഇവിടെയും ദക്ഷിണയായിട്ട് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ കുട്ടിയെ എനിക്കൊരു സഹായത്തിന് വേണ്ടിയിട്ട് ഈ കുട്ടിയെ എന്റെ കൂടെ വിടണമെന്ന് പറയും. അങ്ങനെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അവര് സന്തോഷത്തോടുകൂടി, ദുഃഖം ഉള്ളിലുണ്ടെങ്കിലും സന്തോഷത്തോടുകൂടി ആ കുട്ടി അവരുടെ കൂടെ പറഞ്ഞു വിട്ടു. അദ്ദേഹത്തിന്റെ കൂടെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഉള്ളായിരുന്ന ഒരു അവര് പോയല്ലോ, വീട്ടിൽ ഇല്ലല്ലോ. പിന്നെ രണ്ടാമതായി ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ സജീദേവിക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു കുട്ടി ഉണ്ടാവാനുള്ള ആ ഒരു നിമിത്തമാവുന്നുണ്ട്. ആ സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കൃഷ്ണന്റെ അവതാര സമയം എങ്ങനെയാ, അതേപോലുള്ള കാര്യങ്ങളാണ് നടക്കുന്നതെന്നുള്ളതാ. ഒരു നിമൈട്രി എന്ന് പറഞ്ഞ നീം ട്രീ എന്ന് പറഞ്ഞ വേപ്പില്ലേ, നമ്മുടെ ആ വേപ്പ്, ഇപ്പോഴും ആ ട്രീയും അവിടെ അതെല്ലാം ഉണ്ട്. നമുക്ക് മായപ്പൂരി പോയാൽ കാണാമെന്നുള്ളതാ, നവദീപ് ഡാമിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല്. അങ്ങനെ അവിടെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അത്രയും അങ്ങോട്ട് അറിയില്ല. എന്നാലും വീടിന്റെ അടുത്തല്ല ഇത്. ഇവരെന്താ മുസ്ലിങ്ങളുടെ തേരോട്ട സമയത്തായിരുന്നു, മീൻസ് മുസ്ലിങ്ങളുടെ ആ ആക്രമണ സമയത്തൊക്കെ ഇവരെല്ലാം ഒരു കഥ ഇങ്ങനെയാ, വീടും കൂടും എല്ലാം വിട്ടിട്ടാണെന്നുണ്ടെങ്കിൽ പോകുന്ന സമയത്ത് സജീദേവി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ നെയിം ട്രീയുടെ അരികിൽ താഴെ വരുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെ എന്തോ അസ്വസ്ഥതകളൊക്കെ തോന്നിക്കഴിഞ്ഞു. അന്നേരം എന്താണ്, ഗൗരപൂർണിമയുടെ ദിവസം, ഈ പൂർണിമ ദിവസമാണ്. അത് ഈ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ എന്ത് ചെയ്യുമെന്ന് അറിയാമോ, പുണ്യ നദികളിലെല്ലാം അവർ ആ സമയത്ത് പോയി കുളിക്കുമെന്നുള്ളതാണ്. സമയത്ത് പോയി കുളിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഭഗവാന്റെ നാമങ്ങൾ അവരാണെന്നുണ്ടെങ്കിൽ വളരെ പ്രാധാന്യത്തോടുകൂടി എല്ലാവരും കൂടെ ഒരുമിച്ച് ജപിക്കും എന്നുള്ളത്. അതായത് ഈ നവദ്വീപിലാണെന്നുണ്ടെങ്കിൽ എന്താ, ഗംഗയാണ് ഒഴുകുന്നത്. അതായത് ഈ പൂർണിമയുടെ ദിവസത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ആളുകളും
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരിയുടെ നാമം ചെല്ലുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പൂർണ്ണ ചന്ദ്രൻ ഉദിക്കുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ നീം ട്രീയുടെ താഴെ സതീദേവി നല്ല ഒരു ഓമന കുഞ്ഞിന് ജന്മം കൊടുക്കുക. അവതാരം ഭഗവാൻ സ്വയം അവിടെ അവതരിക്കുന്നു എന്നുള്ളതാണ് ജന്മം കൊടുക്കുന്നെന്നാ പറയുന്നത്. അങ്ങനെ ആ നീം ട്രീയുടെ താഴെ വെച്ചിട്ട് ആ കുട്ടി ഉണ്ടായത് കൊണ്ട് അതിന് നിമായി എന്നുള്ള ഒരു പേരും കൂടി ഉണ്ടായി എന്നുള്ളത്. പിന്നെ അങ്ങനെ അവരാണെന്നുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടിയെ വളരെ സന്തോഷമായിട്ട് പരിപാലിച്ചു കൊണ്ടുവരുന്നു. അന്നേരം കൃഷ്ണൻ കാണിച്ചതുപോലുള്ള ലീലകളെല്ലാം ഈ കുഞ്ഞും കാണിക്കുന്നുണ്ട്. ഒരു ദിവസത്തിലാണെന്നുണ്ടെങ്കിൽ അങ്കണത്തിൽ കൂടെ, മിറ്റം എന്ന് പറയുമല്ലോ, മിറ്റത്ത് കൂടി ഒരു പാമ്പ് പോകുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുഞ്ഞ് പിച്ച വെച്ച് നടക്കുന്ന കുട്ടിയാ. എന്നിട്ട് ഈ കൊച്ചാണെങ്കിൽ പാമ്പിന്റെ പുറകെ പോവുക. പക്ഷെ ഈ പാമ്പാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാതെ തിരിഞ്ഞു പോയി എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരുപാട് സ്വർണ്ണവും അതും ഇതും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം ഒരു കുഞ്ഞുണ്ടായതല്ലേ, ഒരു ആൺകുട്ടി ഉണ്ടായതല്ലേ. അന്നേരം ആ ആൺകുഞ്ഞിനെ ഒരുപാട് സ്വർണ്ണവും അതും ഇതും ഒക്കെ ഇട്ടിട്ട് അവരിങ്ങനെ കൊച്ചിങ്ങനെ മുറ്റത്ത് ഇങ്ങനെ കളിച്ച് നടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു കള്ളൻ വന്നിട്ട് എന്ത് ചെയ്തു, ഈ കൊച്ചിനെ അങ്ങ് എടുത്തുകൊണ്ട് പോയി. കുറച്ചു നേരം കഴിഞ്ഞ് കുഞ്ഞിനെ നോക്കുന്നു, അവിടെ കുഞ്ഞേ ഇല്ല എന്നുള്ളതാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്, ഈ കള്ളനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടിയെ ദൂരെ കൊണ്ടുപോയിട്ട് തിരിച്ച് അതേപോലെ വഴിമാറി ഈ കുഞ്ഞിന്റെ വീട്ടിന്റെ അടുത്ത് തന്നെ വരുന്നത്. അങ്ങനെ ഇവൻ ഒരു 3-4 തവണ ട്രൈ ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ അവന് പോകേണ്ട സ്ഥലത്തോട്ട് പോകാനേ പറ്റുന്നില്ല. ഈ കുഞ്ഞിനെ പിന്നെ ഇവൻ ഈ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോയി. അതേപോലെ ഒരിക്കലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മഹാപണ്ഡിതന് ഇങ്ങനെ അവരൊക്കെ ദേശാടനം നടത്തുമല്ലോ. അവരും ദേശാടനം നടത്തുന്ന സമയം ഒരു ദേശത്തു നിന്ന് വേറെ ദേശത്ത് അങ്ങനെ പോകും. അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഏത് ബ്രാഹ്മണരുടെ വീടാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് രാത്രികളിലോ അല്ലെങ്കിൽ പകലോ തങ്ങുന്നതിനുള്ളത്. അങ്ങനെ ഈ പണ്ഡിതനും എന്ത് ചെയ്തു, ഈ നിമായിയുടെ വീട്ടില്, ഈ കുഞ്ഞിന്റെ വീട്ടില്, ഈ സജീദേവിയുടെ പിന്നെ അദ്ദേഹത്തിന്റെ അവരുടെ വീട്ടിൽ ഇങ്ങനെ തങ്ങിയെന്നുള്ള രാത്രി തങ്ങുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും തന്റെ കയ്യിൽ ഒരു ഭഗവാൻ കാണും, ഭഗവാന്റെ ഒരു ബിംബം കാണും. അന്നേരം എന്തവരെ ഉണ്ടാക്കി കഴിഞ്ഞാലും ആദ്യം ഭഗവാന് വെച്ചതിന് ശേഷം മാത്രമേ ഭക്ഷിക്കത്തോ. ഇപ്പോഴായാലും പ്രസാദം എങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരുന്ന ഭഗവാന് വെച്ചതിന് ശേഷം അത് എല്ലാത്തിലൂടെ കലർത്തിയല്ലേ നമ്മൾ കഴിക്കുന്നത്. അങ്ങനെ ആ പ്രസാദമായിട്ട് അവർ കഴിക്കത്തുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ ഇദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ മുറിയിലാണെന്നുണ്ടെങ്കിൽ പാചകം ചെയ്ത് ഭഗവാന് വേണ്ടിയിട്ട് പ്ലേറ്റിലെല്ലാം വെക്കുന്ന സമയത്ത് ഈ കൊച്ചു ഓടി ചെന്നിട്ടുണ്ടല്ലോ, കൈയിട്ട് വാരി തിന്നുന്നു. വാരി തിന്ന് ആദ്യം ഇത് കണ്ടു. എന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടുകാരോട് പറഞ്ഞു ഈ കൊച്ചിനെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി നിർത്തി. കുഞ്ഞ് അങ്ങനെ ചെയ്തു. പിന്നെ അയാൾ എന്ത് ചെയ്തു, രണ്ടാമതും ഉണ്ടാക്കിയ സമയത്തും ഈ കൊച്ചിനെ ആണെന്നുണ്ടെങ്കിൽ റൂമിൽ പൂട്ടിയിട്ടിരിക്കുന്നു. എന്നിട്ടും ഈ കൊച്ചു എങ്ങനെയോ വന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഭക്ഷിക്കുന്നു. പക്ഷെ ഇയാള് പൊറുതി മുട്ടി എന്നുള്ളതാ. അന്നേരം വീട്ടുകാരും കൊച്ചിനെ റൂമിൽ അടച്ചിട്ട് കൊച്ചെങ്ങനെ വന്നു, എല്ലാവർക്കും ഭയങ്കര ഒരു ഇതായി. എന്നാ ഇനിയും ഇതായിട്ട് ഭയങ്കര ബന്ധവസോടുകൂടി കൊച്ചിനെ കൊണ്ട് ചെന്ന് ഒരു റൂമിൽ പൊട്ടിയിട്ട് ഒരിക്കലും എങ്ങനെയും ഇറങ്ങാതിരിക്കാനുള്ള വഴിയിലൊക്കെ അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ മൂന്നാമതും ഇതേ കാണുന്നുണ്ടെങ്കിൽ പ്രസാദം ഉണ്ടാക്കുന്നു. പ്രസാദം ഉണ്ടാക്കിയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ മുന്നിൽ കൊണ്ടുവെക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മന്ത്രങ്ങൾ ചെല്ലുമ്പോൾ ഈ കുഞ്ഞ് വന്നിരുന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മൊത്തവും കഴിക്കാൻ നിന്നിട്ട് ആ പണ്ഡിതനെ തന്റെ രൂപം, തന്റെ എന്താ യഥാർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രൂപം ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ രൂപം തന്നെ കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളതാ. അന്നേരം പറയുന്നു, നീ എന്നെയല്ലേ വിളിച്ചത്, എനിക്കല്ലേ നീ തരുന്നത്, അന്നേരം പിന്നെ ഞാനല്ലാതെ പിന്നെ ആരാ വന്നിട്ട് കഴിക്കേണ്ടത്. അന്നേരം ആ പണ്ഡിതന് മനസ്സിലായി കഴിഞ്ഞു. സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് ഭഗവാനെ പൂജിച്ച് ഭഗവാൻ പ്രസാദം എല്ലാം കൊടുത്ത് അങ്ങനെ ആ പണ്ഡിതനെ നിർവൃതി അടഞ്ഞു എന്നുള്ളതാ. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, നിമായി എന്ത് പറഞ്ഞു, ഒരിക്കലും നീ ഇത് സത്യം പുറത്തു പറയരുതെന്ന് പറഞ്ഞു. ഞാൻ സാക്ഷാൽ ഭഗവാനാണെന്നുള്ള കാര്യം ഒരിക്കലും നീ പുറത്തു പറയരുതെന്ന് പറഞ്ഞു. അങ്ങനെ ആ പണ്ഡിതൻ അത് കേട്ട് പിറ്റേ ദിവസം വളരെ സന്തോഷത്തോടുകൂടി ഭഗവാന്റെ ദർശനം കിട്ടി. ആ സന്തോഷത്തോടുകൂടി അവിടെ നിന്ന് പോയി എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പം അങ്ങനെ ഒരുപാട് ലീലകളുണ്ട്. ആദിലീല, മധ്യം ലീല, അന്ത്യലീല, അങ്ങനെ ഒരുപാട് ലീലകൾ ചൈതന്യ ചരിതാമൃതത്തിൽ ഇതെല്ലാം ഉണ്ടെന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് ലീലകളുണ്ട്. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഗുരു പൂർണിമയുടെ ദിവസം എങ്ങനെ നമ്മൾ വ്രതം എടുക്കണമെന്നുള്ളതാണ്. വ്രതം എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് ഉപവാസം എടുക്കുന്നത് പോലെ സന്ധ്യാസമയം വരെ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലപാനം പോലും ഇല്ലാതാണ് എടുക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മുടെ ആരോഗ്യം നോക്കണം. ഇപ്പം ഒരുപാട് ആരോഗ്യസ്ഥിതി വഷളായ ആൾക്കാർ ജലപാനം പോലും ഇല്ലാതെ ഒന്നും എടുക്കാൻ പറ്റുന്ന കാര്യമല്ല.
പക്ഷെ ഉപവാസം എന്ന് പറഞ്ഞാൽ ഉപവസിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് പക്ഷെ ചോറും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കഴിക്കാതെ പാലോ പഴമോ പിന്നെ അങ്ങനെയുള്ള എന്തെങ്കിലും കഴിച്ചുകൊണ്ട് സന്ധ്യ വരെ നിൽക്കുക. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നാമങ്ങൾ ചെല്ലുക, ഭാഗവതം വായിക്കുക, അല്ലെങ്കിൽ ചൈതന്യ ചരിതാമൃതം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വായിക്കുക. അങ്ങനെ ഭഗവാന്റെ സ്തുതികളാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചെയ്തിട്ട് ഭഗവാനെ സ്തുതിച്ചിട്ട് വൈകുന്നേരമായി കഴിഞ്ഞു കഴിഞ്ഞാൽ വിളക്കൊക്കെ വെച്ചതിന് ശേഷം നമുക്കിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പട്ടാഴിയില് നമുക്ക് അമ്പലം വന്നു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും നടത്താൻ പറ്റും. ഗുരുപൂർണിമ എല്ലാം നടത്താൻ പറ്റും എന്നുള്ളതാണ്. അഭിഷേകം പ്രഭുജി പറഞ്ഞല്ലോ, അതേപോലെ അഭിഷേകം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്. ഭഗവാൻ വെച്ച ആ പ്രസാദം നമ്മൾ കഴിക്കും എന്നുള്ളത്. ഇപ്പൊ എല്ലാവർക്കും തിരുവനന്തപുരത്തൊന്നും പോകാൻ പറ്റില്ല. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ മനസ്സില് ഞാൻ എപ്പോഴും പറയും മാനസിക പൂജയുണ്ടെന്നുള്ളത്. ആ മാനസിക പൂജ നമുക്ക് ചെയ്യാം. അന്നേരം എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലായി. പക്ഷെ അതിന്റെ മനസ്സുണ്ടല്ലോ നമ്മുടെ കൺട്രോളിലായിരിക്കണം. അന്നേരം പറയുന്നുണ്ട് ഈ മൻപെട ചഞ്ചലയെ ഈ മനസ്സ് ഭയങ്കര ചഞ്ചല. ഇതിന് എത്ര പറഞ്ഞു കഴിഞ്ഞാലും കൂടുതൽ ഉജ്ജൽ ജാത്തേന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് ചിന്ത പോവുള്ളൂ എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യം എന്നുള്ളതാ. അതുകൊണ്ട് പക്ഷെ മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ആ അഭിഷേകം ചെയ്യുന്നതായിട്ടും ഭഗവാന്റെ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ടും നമുക്ക് മാനസികമായിട്ട് സങ്കല്പിച്ച് ഭഗവാന് പ്രസാദം കൊണ്ടുവച്ചതിന് ശേഷം കുറെ തുളസിയില എല്ലാത്തിലും ഇടണം. എന്നിട്ട് എന്ത് ചെയ്യണം, അത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മണിയടിച്ചിട്ട് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തിട്ട് നമ്മുടെ ബാക്കിയുള്ള ഇതുണ്ടല്ലോ അതിനകത്തെല്ലാം കൂടെ കലർത്തി ആ പ്രസാദ രൂപേണ നമുക്ക് കഴിക്കാം. ഹരേ കൃഷ്ണ. ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? ഇപ്പം തന്നെ ചോദിച്ചോളൂ ഇതിനെ പറ്റി. ഹരിബോൾ. എത്രയും പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ സംഘമായിട്ട് ഇരുന്നിട്ടുണ്ടല്ലോ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുക. അതാണ് മെയിനായിട്ട് ഭഗവാന് വേണ്ടുന്നത്. ഭഗവാൻ എന്താ പറഞ്ഞതെന്ന് അറിയാമോ? രാധാസ്വരൂപമാണ്. രാധയുടെ ആ ഗോൾഡൻ കളറില് ഭഗവാൻ ശ്രീകൃഷ്ണൻ താവര യുഗത്തിലുണ്ടല്ലോ, ഭഗവാൻ രാധയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ആനന്ദത്തിലാണ്. അതായത് എന്തുകൊണ്ടാണ് രാധയ്ക്ക് ഇത്രയും ആനന്ദം കിട്ടുന്നത്? ഒരു ഭക്തൻ ഇത്രയും ആനന്ദം എങ്ങനെയാണ് അനുഭവിക്കുന്നതെന്ന് ഭഗവാന് സ്വയം അറിയണമായിരുന്നു. അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്തത്? രാധയുടെ എന്താ കാര്യം? ദാമോദരരതി ഭക്തനവേശേ ഹരിനിഷ്കുള. ദാമോദരന്റെ എപ്പോഴും ആനന്ദം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് രാധാറാണി ചെയ്തുകൊണ്ടേയിരുന്നെന്നുള്ളതാണ്. മനസ്സിലായി പറഞ്ഞത്? അതുകൊണ്ട് ഭഗവാന്റെ ആനന്ദം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണമെന്നുള്ളത്. രാധാഭാവത്തില് ഭഗവാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഭക്തന്റെ രൂപത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗുപ്ത അവതാരമായിട്ടാണ് ചൈതന്യ മഹാപ്രഭു ഈ ഇവിടെ വന്നതെന്നുള്ളതാണ്. വെറും 44 വയസ്സ് വരെ അദ്ദേഹം ലീലകളാടാനോ ഇവിടെ ഉള്ളായിരുന്നു. 3-4 തവണ എങ്ങാണ്ട് സൗത്ത് ഇന്ത്യ യാത്ര ചെയ്തു എന്നുള്ളത്. ആ സമയത്താണ് നമ്മൾ ഗുരുവായൂരല്ല നമ്മൾ ആനന്ദപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ആ പാദം വന്നതും. പിന്നിപ്പം 25 വർഷമായിട്ട് നമ്മൾ അത് ആഘോഷിച്ചില്ലേ, വളരെ ഘോഷമായിട്ട് അത് ആഘോഷിച്ചു എന്നുള്ളത്. അങ്ങനെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട്. അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാപണ്ഡിതനായിരുന്നു. മനസ്സിലായി പറഞ്ഞേ? പക്ഷെ സംസ്കൃത പണ്ഡിത ഇദ്ദേഹത്തോട് ജയിക്കാൻ വേണ്ടിയിട്ട് ആ നവദ്വീപില് ഡാമിൽ ആരും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. എന്നിട്ടും ഒരിക്കൽ അതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഗൃഹസ്ഥനുമായി അദ്ദേഹം. ആദ്യ ഭാര്യയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പാമ്പ് കടിച്ചിട്ട് മരിച്ചു. പിന്നെ രണ്ടാമത് അമ്മയുടെ നിർദ്ദേശപ്രകാരം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമതും കല്യാണം കഴിച്ചു. പക്ഷെ ചൈതന്യ മഹാപ്രഭുവിന് മനസ്സിലായി. എന്താ മനസ്സിലായി എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇതേപോലെ നോർമൽ ഡ്രസ്, ഇപ്പൊ ഞാനൊരു ഒരു കാവ്യ വസ്ത്രമൊക്കെ ഉടുത്തിട്ടാ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ നിങ്ങൾക്ക് കുറേയും കൂടിയൊക്കെ ഒരു ഇത് വരും അല്ലെ? അതെ, നോർമൽ ആയിട്ടുള്ള ഒരു ഗൃഹസ്ഥന്റെ ആ ഒരു ഇതിലുണ്ടല്ലോ അത്രയൊരു മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റില്ല എന്ന് ചൈതന്യ മഹാപ്രഭുവിന് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിൽ ഗയയെ പോയിട്ട് അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? സന്യാസം സ്വീകരിച്ചു. വെറും 15 വയസ്സുള്ള പെൺകുട്ടിയാണിത്. ഇദ്ദേഹത്തിന് 25 വയസ്സേ ഉള്ളൂ. പക്ഷേ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും മോശം കിട്ടിക്കോട്ടെ എന്നുള്ള ഒരു രീതിയിൽ തന്നെ ഭഗവാൻ എന്താ ചെയ്തത്? സന്യാസം എടുത്തു. അമ്മ വൃന്ദാവനത്തിൽ വരാനായിരുന്നു പ്ലാന്. പക്ഷെ അമ്മ സമ്മതിച്ചില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മായാപുരിന്ന് നവദീതാമിന്ന് ഉണ്ടല്ലോ വൃന്ദാവനത്തിൽ കുറെ ദൂരമുണ്ട്. നേരെ അമ്മയ്ക്ക് കൂടെ വന്നൊന്ന് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തെ മകനോ ഇതേപോലെ സന്യാസം എടുത്തിട്ട് ടോട്ടലി അങ്ങ് പോയി. ഇനി രണ്ടാമത്തെ മകനും കൂടി അതിന്റെ ഇടയ്ക്കൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. എന്നാൽ തന്നെ രണ്ടാമത്തെ മകനോട് സന്യാസം എടുത്ത് എനിക്ക് വയസ്സ് ചെയ്യുന്ന സമയത്ത് ആരും ഇല്ല. അന്നേരം അമ്മയോടുള്ള കടമ നിനക്ക് നിറവേറ്റണ്ടേ എന്നൊക്കെ ശങ്കരാചാര്യരായനൊക്കെ പോലും എങ്ങനെയാ
സന്യാസം എടുത്തു. പക്ഷെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരുന്നു. എന്താ വാക്ക് കൊടുത്തത്? അവസാന സമയം ഞാൻ അമ്മയുടെ അടുത്ത് തന്നെ വന്നിരിക്കും എന്നുള്ളത്. അത് തന്നെയല്ലായിരുന്നു അവസാന സമയം ആയെന്നറിഞ്ഞപ്പം ശങ്കരാചാര്യർ അമ്മയുടെ അടുത്ത് വന്നു എന്നുള്ളതാ. എന്നിട്ട് വിഷ്ണു ഭുജംഗ സ്തോത്രമൊക്കെ എഴുതി അമ്മയെ അവസാനിപ്പിച്ചു. ശങ്കരാചാര്യരാരാ? ശിവന്റെ തന്നെ ഒരു അംശാവതാരം എന്നുള്ളതാ. പക്ഷെ ലാസ്റ്റില് അമ്മയ്ക്ക് മോശം കിട്ടണം എന്നുള്ള രീതിയിൽ വിഷ്ണുവിന്റെ ഭുജംഗം എഴുതിയിട്ടാണ് അമ്മയെ കേൾപ്പിച്ചിട്ടാണ് അമ്മയെ പരലോകത്തേക്ക് പറഞ്ഞയച്ചെന്നുള്ളത്. എന്തിനു വേണ്ടിയിട്ട്? മോശപ്രാപ്തിക്ക് വേണ്ടിയിട്ട്. മനസ്സിലായി പറഞ്ഞത്? എല്ലാം ഡീപ്ലി നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കിതൊക്കെ മനസ്സിലാവും എന്നുള്ളതാണ്. മോശപ്രാപ്തി വേണോ, എവിടെ വേണോ എന്നുണ്ടെന്നുണ്ടെങ്കിലും കൃഷ്ണനെ ശരണം പ്രാപിക്കുക. അല്ലാതെ ഏത് ദേവകളെ ശരണം പ്രാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അവര് പൂർത്തീകരിച്ചു തരും. അന്നേരം നമുക്ക് ഡീപ്പായിട്ട് നമുക്ക് ഗഹനമായിട്ടൊരു ആഗ്രഹമുണ്ട്, തീർച്ചയായിട്ടും ഭഗവാനെ എനിക്കിനി ജന്മമൃത്യു ജരാവ്യാധി വേണ്ട എന്നുള്ള നമ്മുടെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ കുലദൈവങ്ങൾ തന്നെ എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മളെ ആ വഴിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ വഴിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടുണ്ടല്ലോ ഇപ്പം ഇത് നമ്മൾ പറയാൻ വന്നത് എന്താ? വൃന്ദാവനത്തിൽ അദ്ദേഹം വരാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത് ചൈതന്യ മഹാപ്രഭു. പക്ഷെ അതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അമ്മയുടെ ഇഷ്ടപ്രകാരം എന്ത് ചെയ്തു? ജഗന്നാഥ് പുരിയിൽ വാസം ചെയ്തു എന്നുള്ളതാണ്. അന്നേരം മായാപുരിയിൽ നിന്ന് അമ്മയ്ക്ക് ജഗന്നാഥ് പുരിയിലേക്ക് നവദ്വീപും മായാപുരും എല്ലാം ഒന്ന് തന്നെ കേട്ടോ. അന്നേരം അവിടെ നിന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് വന്നിട്ട് കാണാനെ കൊണ്ട് അവസരം ഉണ്ടെന്നുള്ളതിന് വേണ്ടിയിട്ട്. അവസാന സമയമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചൈതന്യ മഹാപ്രഭു എന്താ വളരെ പണ്ഡിതനല്ലായിരുന്നു. ഗയയെ പോയിട്ട് വന്നതിന് അതിനു മുമ്പിട്ട് ഒരു സംസ്കൃത സ്കൂൾ തന്നെ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഉപേക്ഷിച്ചു. സന്യാസം എടുത്തു കഴിഞ്ഞിട്ട് നേരെ ജഗന്നാഥ് പുരി പോയിട്ട് വെറും എന്താ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഈ മന്ത്രം വെറും ഈ മന്ത്രം മാത്രം, ഈ മന്ത്രം പറയുന്നുണ്ട്. കലികാലത്തില് കൽമഷം അകറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മന്ത്രം മാത്രമേ നമുക്ക് പറ്റൂ. അതുകൊണ്ട് ഈ ഒരു മന്ത്രം മാത്രം സങ്കീർത്തനം. എന്നിട്ട് സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ എല്ലാവരുമായിട്ട് സംഘം ചെയ്തിട്ട് കീർത്തനം ആലപിച്ചുകൊണ്ട് അദ്ദേഹം എല്ലാ ഇന്ത്യയിലും ഇങ്ങനെ ചുറ്റി നടന്നു എന്നുള്ളത് മനസ്സിലായി പറഞ്ഞേ. പക്ഷെ അദ്ദേഹത്തിന് ഇന്ത്യ മാത്രമേ നടക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുമല്ലോ, പ്രഭുപാദരെ എന്തിനു വേണ്ടിയിട്ടാണ് നിയോഗിച്ചിരിക്കുന്നത്? പാശ്ചാത്യ ദേശത്തും പോയിട്ട് പ്രചാരം ചെയ്തു അദ്ദേഹം. എന്താ ഈ ഒരു മഹാമന്ത്രത്തിലാണ് അവിടുത്തെ എന്താ വൈറ്റ് എലിഫൻസിനെ എല്ലാം നമ്മുടെ ആളുകളായിട്ട് മാറ്റിയതെന്നുള്ളതാ. എന്നിട്ട് ചൈതന്യ മഹാപ്രഭു അവസാന സമയത്താണെങ്കിൽ ഗോപിനാഥ് എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട്. 44-ാമത്തെ വയസ്സിൽ ആ അമ്പലത്തിലേക്ക് കയറിപ്പോയിട്ട് പിന്നെ തിരികെ കണ്ടിട്ടേ ഇല്ല ആരും. അങ്ങനെയാണ് കഥ വരുന്നത്. അങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് ഒരു മുസ്ലിം ആയിരുന്നു കരിദാസ് താക്കൂർ എന്ന് പറയുന്നത്. അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ 176 റൗണ്ട് ആയിരുന്നു ചാൻഡിങ് ചെയ്യുന്നത്. ഭഗവാൻ എന്തോ ഒരു പ്രിയമായിരുന്നെന്നറിയാമോ? അദ്ദേഹം മരിക്കുന്ന സമയത്ത്, അദ്ദേഹം ഇവിടെ നിന്ന് പോയ സമയത്ത് ആ ഡെഡ് ബോഡി എടുത്തിട്ടുണ്ടല്ലോ ഇങ്ങനെ വേദനയോടുകൂടി കൊണ്ടുവന്നിട്ട് കടലിൽ കൊണ്ടുവന്ന് കുളിപ്പിച്ചിട്ടൊക്കെ സംസ്കാരം ചെയ്ത് ആലോചിച്ച് നോക്കലും ഭഗവാന്റെ ആ ഒരു ഇത്. അന്നേരം ഈ ഭാവം രാധയുടെ ഭാവത്തില് ഭക്തന്റെ രീതിയിൽ കൃഷ്ണൻ സ്വയം വന്നിരിക്കുന്നതാണ് കലിയുഗത്തില്. അതും ഗുപ്താവതാരം. വലിയ കൊട്ടിഘോഷിച്ചിട്ടൊന്നുമില്ല. കൊട്ടിഘോഷിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ അത് ഭയങ്കര പ്രസിദ്ധിയായി പോവില്ലേ. അതുകൊണ്ട് എന്നിട്ട് എന്താ വെറും സങ്കീർത്തനത്തിൽ കൂടി മാത്രം ഈ ലോഹരി എല്ലാവരെയും ഉദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഇത് ചെയ്തു എന്നുള്ളതാണ്. ആ ഭക്തന്റെ ആനന്ദം എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവതരിച്ചതാണ് ഈ ഒരു പൂർണിമയുടെ ദിവസം എന്നുള്ളത്. ഹരേ കൃഷ്ണ. ഗൗരപൂർണിമ ആർക്കെങ്കിലും ജയന്തി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹരിബോൾ. എല്ലാരും എവിടെ പോയി? സ്തംഭിച്ചു പോയോ? കേട്ടോണ്ടിരിക്കുക ഹരേ കൃഷ്ണ മാതാജി. മാതാജി. മനസ്സിലായി മാതാജി. നന്നായി മനസ്സിലായി മനസ്സിലായി. മാതാജി. ഞങ്ങൾ അത് ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നു. മൃദുവായല്ലോ ഒരുപാട് പ്രധാനമുണ്ട്. അതേപോലെ തന്നെ സങ്കീർത്തനം മാത്രമല്ലേ വെറും, പിന്നെ ചൈതന്യ ശിഷ്ടാഷ്ടകം 8 ഇഷ്ടായിട്ടുള്ള അത് എഴുതിയിട്ടുണ്ട്. അതാ നമ്മൾ പറയുന്നത് എപ്പോഴും. ചെയ്തു ദർപ്പണമാദ്യനം ഭവമകാന്താവാഗ്നി നിർവാപണം ശ്രേയ കൈതവ ചന്ദ്രികാ വിതരണം വിദ്യാവതൂ ജീവനം ആനന്ദാമുദിവർത്തനം പ്രതിപദം പൂർണ്ണാമൃതാസാവനം സർവാത്മാ സ്നാവനം പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം എന്ന് പറയുന്നത്. മനസ്സിലായി പറഞ്ഞ അങ്ങനെ 8 ഇത് എഴുതിയിട്ടുണ്ട്. അത് മാത്രമേ അദ്ദേഹത്തിന്റെ ലിഖിതമായിട്ടുള്ളൂ എന്നുള്ളത്. ഹരിപോൾ. അതിനകത്ത് പറയുന്നുണ്ട് നോക്ക്. യുഗായുധം നിമിഷേണ ചക്ഷുഷാ പ്രാവിശായുധം ശൂന്യായുധം ജഗത് സർവം ഗോവിന്ദ വിരഹേണമേ. യുഗങ്ങളുണ്ടല്ലോ നിമിഷങ്ങളെ പോലെ തോന്നും. എപ്പോഴേ നമുക്ക് ഇനിയിപ്പോ നോക്ക് 1 മണിക്കൂർ പോകുന്നതേ അറിയുന്നില്ല എന്നുള്ളതാ അല്ലേ?
1 മണിക്കൂർ കഴിഞ്ഞിട്ട് 1.5 മണിക്കൂർ എടുക്കുന്നു. എന്നിട്ടും നമുക്ക് മതിയാവുന്നുണ്ടോ? എനിക്ക് മതിയാവുന്നില്ല. നിങ്ങൾക്ക് മതിയാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്നെ ശപിക്കുന്നുണ്ടായിരിക്കും, ഈ മാതാജി ഒന്ന് പോയി കിട്ടിയ എത്ര നല്ലതായിരുന്നു. അത് വേറെ കാര്യം. ഹരേ പക്ഷെ കൃഷ്ണ. ഇല്ല അല്ല മാതാജി. മാതാജി, സത്യമാണ് മാതാജി. പെട്ടെന്ന് സമയം അങ്ങ് പോകുന്നത്. ഹരേ കൃഷ്ണ. അതാ പറയുന്നത്, യുഗങ്ങള് നിമിഷങ്ങളെ പോലെ തോന്നും എന്നുള്ളത്. എപ്പോഴുണ്ടെങ്കില് ഗോവിന്ദൻ ഉണ്ടെങ്കിൽ, ഗോവിന്ദൻ ഇല്ലെങ്കിലോ നിമിഷങ്ങളോ യുഗങ്ങളെ പോലെ തോന്നും എന്നുള്ളത്. യുഗായിരം നിമിഷേണ ചക്ഷുഷാ പ്രാവശ്യായിരം, ശൂന്യായിരം ജഗത് സർവം, ജഗത്ത് മൊത്തം ശൂന്യമായിട്ട് തോന്നി എപ്പോഴാ? ഗോവിന്ദ വിരഹേണവേ, ഗോവിന്ദന്റെ വിരഹത്തില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ജഗത്ത് മൊത്തം ശൂന്യമായി നമുക്ക് തോന്നുന്നതാണ്. മനസ്സിലായി പറഞ്ഞത്? അങ്ങനെ ഭയങ്കര അർത്ഥവത്തായിട്ടുള്ള ആ 8, അത് യഥാർത്ഥത്തിൽ ആ 8 വരിയുടെ 8 ശ്ലോകത്തിന്റെ അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ, എല്ലാം അതിനകത്തായി കഴിഞ്ഞു എന്നുള്ളത്. മനസ്സിലായ പറഞ്ഞത്? അതിന്റെ ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. രൂപാങ്കന് എന്ന് പറഞ്ഞ ഷഡ് ഗോസ്വാമീസ് ഉണ്ടായിരുന്നു. അതിനകത്തെ ഒരാളാണ് രൂപ ഗോസ്വാമി. എന്നിട്ട് ആ രൂപ അനുരാഗവര നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ ഇതിലാണ് നമ്മളെല്ലാം പിന്തുടർന്നു പോകുന്നത്. അതാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന് നമ്മൾ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. ചാൻഡിങ് ചെയ്യണം, ചാൻഡിങ് ചെയ്യണം, ചാൻഡിങ് ചെയ്യണമെന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കാരണം ആ ചാൻഡിങ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാ, ഓരോ ഇതുണ്ടല്ലോ ഹരേ, അത് നമ്മൾ കേൾക്കണം. മനസ്സിലായി? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമ്മുടെ ചെവി കൂടി അത് കേൾക്കണം എന്നുള്ളത്. ഒരു ചെവി കൂടെ കേട്ട് വേറൊരു ചെവിയോടെ വിടുവല്ല ചെയ്യേണ്ടത്. നമുക്ക് ആ മണിയേലുണ്ടല്ലോ, ഞങ്ങളുടെ ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു, വംശീധർ പ്രഭു എന്ന് പറയുന്നത്, ബോംബെയിലായിരുന്നു. അദ്ദേഹം ഞങ്ങളോട് ഒരിക്കലും ഇതേപോലെ ചോദിച്ചു, നിങ്ങളൊക്കെ എങ്ങനെയാ ചാൻഡിങ് ചെയ്യുന്നത്, എങ്ങനെ മനസ്സിൽ എന്തിനെ ഓർത്തിട്ടാണ്? അന്നൊക്കെ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഓരോന്നോരോന്ന് പറഞ്ഞു, ഫോട്ടോ കാണണം, ഫോട്ടോ കണ്ടിട്ട് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നൊക്കെ. പക്ഷെ ഇപ്പൊ എനിക്കത് മനസ്സിലാവുന്നുണ്ട്, നമ്മൾ ഒന്നും കാണേണ്ട ആവശ്യമില്ല. ആ മണിയേലുണ്ടല്ലോ വളരെ ടൈറ്റായിട്ട് പിടിച്ചിട്ട് നമ്മളാണെന്നുണ്ടെങ്കിൽ ആ മണിയെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ശ്രദ്ധ കൊടുത്തിട്ട് നമ്മൾ ഹരേ കൃഷ്ണ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, വളരെ നമുക്ക് ഫുള്ളി അതിനകത്ത് മുഴുകാൻ പറ്റും എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് അങ്ങനെ ഓരോ മണികൾ ഇട്ടിട്ട് 108 തവണ, അത് 108 ഗോപികളാണത്. പിന്നെ നടുവിൽ വരുന്നത് കൃഷ്ണനാണെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മള് 16 റൗണ്ട് ചാൻഡിങ് കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഭയങ്കര ഇതായി. അതിന് നിങ്ങൾ എപ്പോഴും എന്തുവാണോ, നിങ്ങൾ ഒരുപാട് പേരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗുരുവാശ്രയം എടുക്കാൻ പ്രാപ്തരാണ്. ഗുരുവിനെ സ്വീകരിക്കണം നിങ്ങൾ. എന്നിട്ട് ഗുരുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ, ഇപ്പൊ നമുക്കൊരു അമ്പലമായി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ പള്ളിച്ചൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് കൃഷ്ണ ബൽറാം അമ്പലം, പക്ഷെ അവിടെ രാധാശ്യാം സുന്ദരനെ വെക്കാൻ വേണ്ടിയിട്ട് പ്രഭുജി ഇതുവരെ അതിനുള്ള ക്വാളിഫൈഡ് ആയില്ല എന്ന് എല്ലാവരും പറയും. എന്ത് വേണം, ഇത്ര ബ്രഹ്മചാരികൾ വേണം, ഇത്ര അവിടുത്തെ സേവകർ വേണം, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും ഉണ്ട്. ഇപ്പം നമുക്ക് ഈ ബ്രാഹ്മണ ദീക്ഷ കഴിഞ്ഞാൽ മാത്രമേ DT കിച്ചണിൽ നമുക്ക് എന്ന് പറഞ്ഞാൽ ഭഗവാന് വേണ്ടിയിട്ട് പ്രത്യേകം ഇതുണ്ടാക്കണം, പ്രസാദം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ബ്രാഹ്മണ ദീക്ഷ കഴിഞ്ഞവർക്കേ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ ഒരുപാട് ദീക്ഷയുടെ കാര്യങ്ങളുണ്ട്. നമ്മൾ നമ്മുടേതായിട്ടുള്ള ആ വഴിയെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഗുരുവാശ്രയം എടുക്കണം. അന്നേരം നിങ്ങൾ എത്ര പേര് ക്വാളിഫൈഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും പേര് എടുക്കൂ. നമ്മുടെ സകല കർമ്മങ്ങളും ഉണ്ടല്ലോ ഗുരു ഏറ്റെടുക്കുക ചെയ്യുന്നത്. ആ ഗുരു ഏറ്റെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ ജന്മമാണ് കിട്ടുന്നത്. പുതിയ ജന്മം, പുതിയ പേര്, എല്ലാം പിന്നെ നമ്മൾ വേറൊരാളായി മാറുവാണെന്നുള്ളതാണ്. അതുകൊണ്ടുണ്ടല്ലോ ഭഗവാന്റെ ആശ്രയം, ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ തന്നെ പ്രതിനിധിയാണ്. ഭഗവാൻ ഇപ്പൊ എല്ലാവരുടെ അടുത്തും വരാൻ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു, ഭഗവാൻ തന്റെ പ്രതിനിധികളെ ഓരോരുത്തരുടെ അടുത്തയക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഭക്തി, നമ്മുടെ ഇച്ഛ ദൃഢമാണെങ്കിലുണ്ടല്ലോ ഗുരു നമ്മുടെ ദർവാജയിൽ വരും, ഗുരു നമ്മുടെ വാതിലിൽ വരുമെന്ന് പറയുന്നു. കറക്റ്റായിട്ടുള്ള കാര്യമാണ് അതൊക്കെ. അതുകൊണ്ട് ഗുരുവാശ്രയം എടുക്കൂ. എന്നിട്ട് വേണം ഓരോരോ അമ്പലങ്ങളിൽ നമുക്കൊക്കെ സേവ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് മുന്നോട്ട് എല്ലാവരും വരണം. എന്താ ഒന്നും വേണ്ടല്ലോ, കൂടുതലൊന്നും വേണ്ട. അസോസിയേഷൻ വേണം, ബുക്ക് റീഡിങ് വേണം, ചാൻഡിങ് വേണം, ഡയറ്റൊക്കെ നിങ്ങളിപ്പോ എല്ലാവരും മിക്കവാറും എല്ലാവരും ക്രമീകരിച്ചിട്ടുണ്ട്. അല്ലാത്തവരുടെ അതേപോലെ വന്നോളൂ. ഓക്കെ. ഈശ്വര, എന്റെ സമയം എത്ര പോയി. ഓക്കെ, ഹരിബോൾ, ഹരേ കൃഷ്ണ. നമ്മളാണെന്നുണ്ടെങ്കിൽ ദശകം 39 പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് നമ്മുടെ ദശകത്തിലേക്ക് തന്നെ വരാം. ഓക്കെ, ഹരിബോൾ, ഹരേ കൃഷ്ണ. നമ്മൾ കണ്ടു
ഭഗവാന്റെ ജനനം, ഭഗവാന്റെ അവതാരം, അത് കഴിഞ്ഞിട്ട് ഗോകുലത്തെ കൊണ്ടുചെന്ന് വസുദേവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാനെ നന്ദറാണിയുടെ അടുത്ത് വെച്ച് കിടത്തിയിട്ട് അവിടെ നിന്നിട്ട് കുട്ടിയെ കൊണ്ടുവന്നു, പെൺകുഞ്ഞിനെ കൊണ്ടുവന്നു. അത് യോഗമായ ദേവി തന്നെയായിരുന്നു. കംസനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ ചണ്ഡീദേവി ആയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഹേ കംസ, നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ആള് ഈ ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട്, നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നീ എവിടെയാന്ന് വെച്ച് കണ്ടുപിടിച്ചിട്ട് നീ ചെയ്യൂന്ന് പറഞ്ഞു. അങ്ങനെ ദുർഗാദേവിയായിട്ട് അങ്ങനെ ഓരോരോ ഭാവത്തിലും ഓരോരോ രൂപത്തിലും ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ദേവിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ 108 അമ്പലങ്ങൾ എന്നാ പറയുന്നത്. മനസ്സിലായി പറഞ്ഞ ആ 108 സ്ഥലങ്ങളിൽ ദേവി വസിക്കുന്നുണ്ടെന്നാണ്. അതുവരെ നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് 6ാമത്തെ പഠിക്കാം. ഓക്കെ, ഹരി ഓം ഹരേ കൃഷ്ണ. 6ാമത്തേലെ പഠിക്കേണ്ടത്. നൃശംസദര കംസദേ കിമു മയാ വിനിസ്പഷ്ടയാ വിഭൂവ ഭവദം തഥാ ക്വജന ചിദ്യതാം തേ ഹിതാ ഇതി തദനിഞ്ജാ വിഭോ അലമധീരതം ജഗ്മുഷി മരുർഗണപണായിദാ ഭുവിജ മന്ദിരാണീയുഷി. നൃശംസദര കംസദേ കിമു മയാ വിനിസ്പഷ്ടയാ വിഭൂവ ഭവദന്തഃ ക്വജന ചിന്ത്യതാം തേ ഹിതാ ഇതി തദനുജാ വിഭോ ഹലമധീരതം ജഗ്മുഷി മരുർഗണപണായിദാ ഭുവിജ മന്ദിരാണീയുഷി. നൃശംസദര കംസദേ കിമു മയാ വിനിസ്പഷ്ടയാ വിഭൂവ ഭവദന്തഃ ക്വജന ചിന്ത്യതാം തേ ഹിതാ ഇതി തദനുജാ വിഭോ ഹലമധീരതം ജഗ്മുഷി മരുദ്ഗണപണായിദാ ഭുവിജ മന്ദിരാണീയുഷി. നൃശംസതര കംസദേ കിമു മയാ വിനിസ്പഷ്ടയാ ബഭൂവ ഭവദന്തഃ ക്വജന ചിദ്യതാം തേ ഹിതം ഇതി തദനുജാ വിഭോ ഹലമുദീരതം ജഗ്മുഷി മരുദ്ഗണപണായിദാ ഭുവിജ മന്ദിരാണീയുഷി. ഒന്ന് വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. സംശയതര ഹംസദേ കിമു മായാ ഇഷ്ടയാ ബഹുവാ ഭവന്തകാ കിജന ചിന്തിതാം തേ ഹിതം ഇതി ത്വദനുജാ വിഭോ ഫലമുദീര്യാ തം ജന്മുഷി മരുദ്ഗണപണായിദാ ഭുവി ച മന്ദിരേണ്യേയുഷി. ഹരേ കൃഷ്ണ മാതാജി. നെക്സ്റ്റ് ഹരേ കൃഷ്ണ അടുത്ത മാതാജി. വായിക്കൂ. ഹരേ കൃഷ്ണ മാതാജി. ശംസതര കംസതേ കിമു മയാ വിനിഷ്പിഷ്ടയാ ബഹൂവ ഭവദന്തക ക്വചന ചിന്തിതാം തേ ഹിതം ഇതി ത്വദനുജ വിഭോ ഖലമുദീര്യ തം ജഗന്മുഷി മരുദ്ഗണപണായിദാ ഭുവി ച മന്ദിരേണ്യേയുഷി. ഹരേ കൃഷ്ണ മാതാജി. മന്ദിരാണീയുഷി, മന്ദിരാണീയുഷി. ഇനി ഒരു പ്രവചി വായിക്കൂ. ഒരു പ്രവചി. ഹരേ കൃഷ്ണ. നൃശംസതര കംസദേ കിമു മയാ വിനിസ്പൃഷ്ടയാ ബഭൂവ ഭവദന്തകൽപചന ചിന്ത്യതാം ഹേ തേ ഹിതം ഇതി ത്വദനുജ വിഭോ ഖലമുദീര്യ തം ജഗ്മുഷി മരുദ്ഗണപണായിദാ ഭുവി ച മന്ദിരാണീയുഷി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നൃശംസതര കംസദേ കിമു മയാ വിനിസ്പൃഷ്ടയാ. ഹേ ദുഷ്ട കംസ, നിനക്ക് എന്നെ കൊന്നിട്ട് എന്താണ് കാര്യം? മയാ വിനിസ്പൃഷ്ടയാ ബഭൂവ ഭവന്തക ക്വചന ചിദ്യതാം തേ ഹിതം. നിന്റെ അന്തകൻ എന്താ? ബഭൂവ ഭവതാ അന്തക ക്വചന ചിദ്യതാം തേ ഹിതം. നിന്റെ അന്തകനെ എവിടെയോ ഒരിടത്ത് ജനിച്ചിട്ടുണ്ട്. കംസനോട് പറയാ ദേവി. ഇത് തദനുജ വിഭോ ഹലമുദീരതം ജഗ്മുഷി. അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? നീ ചിന്തിച്ചോ എങ്ങനെയാ ഭഗവാനെ കൊല്ലാൻ പറ്റുന്നതെന്ന് ചിന്തിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിത്തനുജ വിഭോ ഹലമുദീരതം ജഗ്മുഷി മരുദ്ഗണപണായിദാ ഭുവിജ മന്ദിരാണേ യുഷി. അന്നേരം ആ ദേവിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കംസനോട് പറയുന്നുണ്ട്, നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളവനെ ജനിച്ചിട്ടുണ്ട്, നീ എങ്ങനെ വേണേലും അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കൂ എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങയുടെ അനിയത്തി എന്ന് പറയുന്ന ഇതിത്തനുജിത്തോത അനുജ വിഭോ ഹലമുദീരതം ജഗ്മുഷി. അതുകൊണ്ട് ഭഗവാന്റെ അനുജത്തിയാണെന്നുണ്ടെങ്കിൽ ഈ ദുഷ്ടനോട് ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു? മരുദ്ഗണപണായിദാ ഭുവിജ മന്ദിരാണേ യുഷി. അങ്ങനെ ദേവന്മാരാല് സ്തുതിക്കപ്പെട്ടിട്ട് ഭൂമിയില് 108 ദുർഗാലയങ്ങളിൽ വസിക്കുന്നു. ഇപ്പോഴും മനസ്സിലായോ പറഞ്ഞത്? മരുദ്ഗണപണായിദാ ഭുവി മന്ദിരാണി യുഷീജ. പല ക്ഷേത്രങ്ങളിലായിട്ട് കുടികൊള്ളുന്നു ആ ദേവി.
പ്രഘേ പുനരകാത്മജാവചനമീരിതാഭിഭുജ പ്രലംബ ബഹപൂതന പ്രമുഖദാനവാമാനിന ഭവന്നിധന കാമയ ജഗതി വിപ്രമോ നിർഭയാ കുമാരക വിമാരക കിമവ ദുഷ്കരം നിഷ്കൃഭേ പ്രഹേ പുനരകാത്മജാവചനമീരിതാ ഭൂഭുജ പ്രലംബ ബഹപൂതന പ്രമുഖദാനവാമാനിന ഭവന്നിധന കാമയ ജഗതി വിപ്രമോ നിർഭയാ കുമാരക വിമാരക കിമവ ദുഷ്കരം നിഷ്കൃഭേ പ്രഗേ പുനരകാത്മജാവചനമീരിതാ ഭൂഭുജ പ്രലംബ ബഹപൂതന പ്രമുഖദാനവാമാനിന ഭവന്നിധന കാമയ ജഗതി വിപ്രമോ നിർഭയാ കുമാരക വിമാരക കിമിവ ദുഷ്കരം നിഷ്കൃഭേ പ്രഗേ പുനരകാത്മജ വചന ഈരിത ഭൂഭുജ പ്രലംബ ബഹ പൂതന പ്രമുഖ ദാനവ മാനിന കവർണിതന കാമയ ജഗതി വിപ്രമോർ നിർഭയ കുമാരക വിമാരക കിമവ ദുഷ്കരം നിഷ്കൃഭേ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. പ്രഗേ പുനരാത്മജാവചനമീരിതാ പ്രഭൂജ പ്രലംബ ഭാവക പൂതന പ്രമുഖദാ പ്രലംബനെ പ്രലംബ പൂതന പ്രമുഖദാനവ മാനിന ഭവൻ നിധന കാമ്യയ ജഗതി നിർഭയ കുമാരക വിമാരക കിമിവ ദുഷ്കരം നിഷ്കൃഭൈ. ഹരേ കൃഷ്ണ മാതാജി. വായിച്ചാട്ടെ, അടുത്താൾ വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. പ്രഗേ പുനരാത്മജ ഭജനമിരീത ഭുജ പ്രലംബ ഭഗപൂതന പ്രമുഖ ദാനവാമാനിന പവനിധാന കാമ്യ ജഗതി ഭ്രമനിർഭയ കുമാരക വിമാരക കിമവ ദുഷ്കരം നിഷ്കൃപേ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വായിച്ചു, അടുത്താൾ വായിച്ചു. ഹരേ കൃഷ്ണ മാതാജി. പ്രഗേ പുനരാത്മജ വചനമേരിത ഭൂജ പ്രലംബ ഭഗഭൂതന പ്രമുഖ ദാനവാമാനിന പവന്യതന കാമ്യയ ജഗതി ബഭ്രമുർനിർഭയ കുമാരക വിമാരക കിമിവ ദുഷ്കരം നിഷ്കൃപൈ. ഹരേ നല്ലോണം വായിച്ചിട്ടോ, ടെൻഷൻ ഒന്നും എടുക്കണ്ട. ഇനി ഒരു പ്രഭുജോട് വായിച്ചോളൂ. കൃഷ്ണ മാതാജി. വായിച്ചു. പ്രഗേ പുനരകാത്മജാ വചനമീരിതാ ഭൂഭുജ പ്രലംബ ഭഗഭൂതന പ്രമുഖദാനവാമാനിന ഭവന്നിധന കാമ്യ ജഗതി ബഭ്രമുർനിർഭയ കുമാരക വിമാരക കിമിവ ദുഷ്കരം നിഷ്കൃപൈ. അരെ, ഈ സൗണ്ട് കേട്ടിട്ട് കുറെ ദിവസമായല്ലേ, എവിടെയാ ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്നത്? അതായത് ഉത്സവമായിരുന്നു, ബുധനാഴ്ച ഉത്സവമായിരുന്നു ഇവിടുത്തെ, നമ്മുടെ ഉത്സവമായിരുന്നു തിരുവനന്തപുരം. എന്നിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഉത്സവമായിരുന്നു. എന്നിട്ട് ഞാൻ പ്രോഗ്രാം കാണാൻ പോലും പോയില്ല. അറിയാമോ, കൃഷ്ണന്റെ കുചേലന്റെ കഥയായിരുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇരുന്നു. നമുക്കന്നേരം ആ ഒരു എന്താ പറയുന്ന ഒരു ദൃഢത വേണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സുകളുണ്ട്. ഞാൻ ഈ ക്ലാസ്സിന്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത എന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതാ. അന്നേരം അത്രയ്ക്കും പറ്റാതെ വരുന്ന ഒരു സന്ദർഭം മാത്രമേ ഉള്ളൂ. അത് യാത്രയിലെ വല്ലതും ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ ക്ലാസ് എടുക്കാതിരിക്കുന്നതെന്നുള്ളതാണ്. നമുക്കന്നേരം ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്നാ നമുക്ക് ശാസ്ത്രം അറിഞ്ഞിരിക്കണം. നമ്മൾ ഭക്തിയിൽ എങ്ങനെയാണ് വരേണ്ടത്, ആ ഭക്തിയുടെ ആ മാധുര്യം നമ്മള് ആസ്വദിക്കണം. ആ ആസ്വാദനം വന്നു കഴിഞ്ഞാലുണ്ടല്ലോ വേറെ എല്ലാം ഒരു സൈഡിലായിരിക്കും. എനിക്കറിയാം സുനിലും അങ്ങനെ തന്നെയാണെന്നുള്ളത്. എന്നാൽ തന്നെ ഞാനൊന്ന് പറയുകയാണ്, ഈ 1 മണിക്കൂർ ഇതിനായിട്ട് മാറ്റി വെക്കണം, എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും. ഓക്കെ. ഹരേ കൃഷ്ണ. ആരും പറയുന്നത് എന്താ? ഇനി അടുത്തത് പ്രഗേ പുനരകാത്മജ വചനമീരിത ഭൂജ. പ്രഭാവതത്തില് ദേവി പറഞ്ഞ വാക്ക്. എന്നിട്ട് എന്ത് ചെയ്തു? കംസനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്റെ കൂട്ടുകാരെ എല്ലാവരെയും അറിയിക്കുന്നു. ദേവി എന്തൊക്കെയാ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് അത് എല്ലാവരെയും അറിയിക്കുന്നു. വചനം ഭൂഭുജ ഈരിത, എല്ലാവരെയും
അറിയിക്കുന്നു. ആ സമയത്ത് മാനിന പ്രലംബ ബഹപൂതന പ്രമുഖ ദാനവ. അവിടുത്തെ അസുരന്മാർ ആരൊക്കെയായിരുന്നു? പ്രലംബനെ, ബഹനെ, പൂതന, എന്നിട്ട് ആ പ്രമുഖരായിട്ടുള്ള ദാനവന്മാരെല്ലാവരും ഉണ്ടായിരുന്നു എന്നുള്ളത്. അസുരന്മാരെല്ലാവരും രാജാവിനോട്, കംസനോട് എന്താ പറയുന്നതെന്ന് നോക്കും. കവർന്നിതന കാമയ്യ കുമാരക വിമാരക നിർഭയ. എന്നിട്ടെന്തോ, എന്തിനാ വിഷമിക്കുന്നേ? വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഒരു കാര്യം നമുക്ക് ചെയ്യാം. ഇത് ഈ ഒരു 10 ദിവസം മുമ്പേ ഉണ്ടായ കുട്ടികളെ എല്ലാം അങ്ങ് കൊല്ലാം. അങ്ങനെ കൊല്ലുന്ന സമയത്തുണ്ടല്ലോ, ഈ കുട്ടി അതിനകത്ത് കാണില്ലേ, പിന്നെ അങ്ങക്ക് എന്താ പേടിക്കാനുള്ളത്? യാതൊന്നും പേടിക്കാനില്ല. നോക്ക്, കൂട്ടുകാരുടെ ഉപദേശം എങ്ങനെയാന്ന് നോക്കി. അതാണ് നമ്മൾ പറയുന്നത്. നമ്മളായി കഴിഞ്ഞു കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് എങ്ങനെയാ, നമ്മളെ നേർവഴിക്ക് നടത്തുന്നവരാണോ അതോ വേറെ ആൾക്കാരാണോ എന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധയോടുകൂടി അത് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. ഈ കംസനെ തന്നെ, കംസനായാലും രാവണനായാലും, രാവണനെ പിന്നെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഞാൻ കേട്ടില്ല. ഈ കംസനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ, കൂടുതലും കുഴപ്പത്തിലാക്കിയതാരാണ്? തീർച്ചയായിട്ടും അവന്റെ കൂട്ടുകാർ. അവരെല്ലാവരും ആരായിരുന്നു? ദാനവന്മാരായിരുന്നു, അസുരന്മാരായിരുന്നു എന്നുള്ളതാണ്. അതെ, ഇവരെല്ലാവരും കൂടി എന്ത് പറഞ്ഞു? ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിഷ്കൃപേ കിമിവ ദുഷ്കരം. ദയയില്ലാത്തവർക്ക് എന്താണ് ചെയ്യാൻ പറ്റാത്തത്? എല്ലാം ചെയ്യാൻ പറ്റും. അന്നേരം പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലാൻ പറയുന്നതെന്നുള്ളതാ. ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. സാധാരണ നമുക്കിപ്പം ഈ കലികാലത്ത് നമ്മുടെ മുന്നിൽ കാണുന്നതെല്ലാം ഇത് തന്നെയാ. നമ്മൾ എന്താ പറയുന്നുണ്ട്, യഥാർത്ഥ ഭക്തർ ആരാണെന്ന് കണ്ടുപിടിക്കണമെന്ന് ഒറ്റ ഒരു മാർഗ്ഗേ ഉള്ളൂ. എങ്ങനെയാ? നമ്മളാണെന്നുണ്ടെങ്കിൽ അറവശാലയുടെ മുന്നിൽ കൂടെ പോകുമല്ലോ. ഒരു അറവശാലയുടെ മുന്നിൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ പോകുന്ന സമയത്ത് ഇതിനെയൊക്കെ, പശുക്കുട്ടികളെ അല്ലെങ്കിൽ ആടിനെയൊക്കെ ഇങ്ങനെ തൊലി ഇരിച്ചിട്ട് തൂക്കിയിടത്തില്ലേ? തൂക്കിയിടുന്ന സമയം ഇങ്ങനെ കെട്ടി, അത് ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാ. കഴിക്കണമെന്നുണ്ടെങ്കിൽ അകത്ത് വെച്ച് കഴിച്ചോളൂ. എന്തിനാ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ ഗുജറാത്തികളൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ആ ശംഖുമുഖത്തിന്റെ അതിലേ കൂടെ ഒക്കെ പോകുന്ന സമയത്തുണ്ടല്ലോ, അവരൊക്കെ എന്താ പറയുന്നതെന്ന് അറിയാമോ? നമ്മളെ പറ്റിയൊക്കെ എന്നുള്ളത് അറിയാം. എന്താ അത്രയ്ക്കും നിഷ്ഠൂരന്മാരാണെന്നാ നമ്മളെ പറയുന്നതെന്നുള്ളതാ. എന്നിട്ട് അതിങ്ങനെ തൂക്കിയിടുന്ന സമയത്തുണ്ടല്ലോ, അത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താ പറയുന്നത്? കഷ്ടം എന്നുള്ള ആ ഒരു ദുഃഖമാ നമുക്ക് വരുന്നതെന്നുണ്ടെങ്കിലുണ്ടല്ലോ, അവർ യഥാർത്ഥ ഭക്തന്മാരാ. അല്ലാതെ അയ്യോ കണ്ടില്ലേ എത്ര നല്ല ഇറച്ചിയാ, ഇപ്പൊ അങ്ങോട്ട് കൊന്നതേ ഉള്ളൂ, ചൂട് ചോരയാ അതിനകത്ത് നിന്ന് വമിക്കുന്നത്, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെയുള്ള മനസ്സാരെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? തീർച്ചയായിട്ടും അവര് അവത്തര് തന്നെയാ, ആ നിഷ്ഠൂരന്മാര് തന്നെയാണെന്നുള്ളതാ 100% എന്നുള്ളത്. അങ്ങനെ ആഹാരത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് ക്രമീകരണം ചെയ്യണമെന്നുള്ളതാണ്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറ്റുന്നത്? ഇപ്പൊ നമ്മുടെ കണ്ണു മുമ്പ് എന്തെല്ലാം ദിവസവും പേപ്പർ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാ, അല്ലെങ്കിൽ ന്യൂസ് അങ്ങോട്ട് നമുക്ക് ചാനൽ തുറക്കാൻ പറ്റില്ല എന്നുള്ളത്. എന്താ നമ്മൾ കേൾക്കുന്നതെന്ന് നമുക്ക് പോലും ഇല്ലേ ഭഗവാനെ, ഒന്നും പറയാൻ പറ്റില്ലാത്ത കാര്യം. അതിന് ആഹാരം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രാഹ്മണരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ഭഗവാന്റെ ശ്രീമുഖത്തിൽ നിന്ന് വരുന്ന അവരുടെ ആഹാരം നമുക്ക് എല്ലാം നല്ല തണുത്ത ആഹാരം മാത്രം. തണുത്തെന്ന് പറഞ്ഞ് ഫ്രിഡ്ജ് വെച്ച് കയറ്റിയ ആഹാരത്തിന്റെ അല്ല പറയുന്നത്. പാല്, മോര്, തൈര്, പിന്നെ അതേപോലെ ഒരുപാട് എരിയിടാത്ത ആഹാരങ്ങള്. ഈ എവിടെ ചെന്ന് നിങ്ങൾ നോക്കിയ പോലെ ഈ അയ്യങ്കാർ അല്ലെന്നുണ്ടെങ്കിൽ ബ്രാഹ്മണര്, അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാ ഓഫീസിന്റെ ഹെഡ് എന്നുള്ളതാണ്. അവർക്ക് എന്താ ഇതൊക്കെ തിന്നിട്ടാണ് തലയില്ലാതെ വന്ന് വരുന്നത്? അതോ ഇങ്ങനെ എല്ലാം ഓരോന്ന് തിന്നുന്ന ആൾക്കാർക്കാണോ തലയില്ലാത്തത്? അതോ ഇതേപോലെ സാത്വിക ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്കാണോ തലയുള്ളത്? അതിന് മനസ്സിലാക്കിക്കോണം. ഏത് വലിയ വലിയ ഇതിലും ഏറ്റവും ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടന്മാരാണ്. പറയാനേ നമുക്ക് പറ്റൂ, പക്ഷെ പിന്നെ ചെയ്യേണ്ടതൊക്കെ നിങ്ങളുടെയൊക്കെ കടമകൾ. അങ്ങനെ എന്ത് ചെയ്തു? ദുഷ്ടന്മാരെല്ലാരും കൂടി ആ കംസന് പറഞ്ഞു കൊടുത്തു, യാതൊന്നും വിഷമിക്കണ്ട കേട്ടോ, നമുക്ക് എല്ലാ പിള്ളേരെയും കൊല്ലാം. ഓക്കെ. പദാ തഥാ പശിവമന്ദിരേ ത്വരിമുഖം തനന്ദ പ്രിയ പ്രസൂതി ശയനേ ശയേരുവതി കിഞ്ചിതഞ്ജത്പദേ വിവിക്ത വനിതാജനേ തനയ സംഭവേ ഘോഷിതേ മുദാ കിമു വദാമിഹോ സകലമാകുലം ഗോകുലം. തഥാ പശിവമന്ദിരേ ത്വരിമുഖം തനന്ദ പ്രിയ പ്രസൂതി ശയനേ ശയേരുവതി കിഞ്ചിതഞ്ജത്പദേ വിവിക്ത വനിതാജനേ തനയ സംഭവേ ഘോഷിതേ മുദാ കിമു വദാമിഹോ സകലമാകുലം ഗോകുലം. തഥാ പശുവമന്ദിരേ ത്വയിമുഖം നന്ദപ്രിയ പ്രസൂതി ശയനേശയേ ദ്യുവതി കിഞ്ചിതഞ്ജത്പദേ വിവിക്ത വനിതാജനേ തനയ സംഭവേ ഘോഷിതേ മുദാ കിമു വദാമ്യഹോ സകല ആകുലം ഗോകുലം.
ഹരേ കൃഷ്ണ. വായിച്ചോളൂ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. തഥാ പശുപമന്ദിരേ ത്വയി മുകുന്ദ നന്ദപ്രിയ പ്രസുതീശയനേശയേരുവതി കിഞ്ചിദഞ്ജത്പദേ വിബുദ്ധ്യവനിതാ ജനൈസ്തനയ സംഭവേ ഘോഷിതേ മുദാ കിമു വദാമ്യഹോ സകലമാകുലം ഗോകുലം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. തഥാ പശുപമന്ദിരേ ത്വയി മുകുന്ദ നന്ദപ്രിയ പ്രസൂതി ശയനേശയേ കിഞ്ചിദാഞ്ജതപദേ വിബുദ്ധ്യ വനിതാ ജയാനൈസ്തനായ സംഭവേ പോഷിതേ മുദാ കിമു വദാമ്യഹോ സകലമാകുലം ഗോകുലം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്ത ആളൊന്ന് വായിക്കാത്തവര് വായിക്കുന്നു കേട്ടോ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തഥാ പശുപമന്ദിരേ ത്വയി മുകുന്ദാനന്ദപ്രിയ പ്രസുതി ശയനേശയേരുപതി കിഞ്ചിദഞ്ജത്പദേ വിബുദ്ധ്യാ വനിതാ ജനൈസ്തനയ സംഭവേ ഘോഷിതേ മുദാ കിമു വദാമ്യഹോ സകലമാകുലം ഗോകുലം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഈ കുയിൽനാദങ്ങളെല്ലാം എവിടെ പോയി ഇന്ന്? എല്ലാരും വായിച്ചോളൂ. എല്ലാവർക്കും വായിക്കാനുള്ള സന്ദർഭമാണ് കിട്ടുന്നത്. എല്ലാരും വായിക്കണം. വായിക്കാത്തത് വായിക്കേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തഥാ പശുപമന്ദിരേ ത്വയി മുകുന്ദ നന്ദപ്രിയ പ്രസൂതിശയനേശയേരുദതി കിഞ്ചിദഞ്ജൽപദേ വിബുദ്ധ്യ വനിതാ ജനസ്തനയ സംഭവേ ഘോഷിതേ മുദാ കിമു വദാമ്യഹോ സകലമാകുലം ഗോകുലം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. നെക്സ്റ്റ് ഒരാളൂടെ വായിക്കേ. ഹരേ കൃഷ്ണ മാതാജി. വായിക്കട്ടെ. വായിച്ചോ. തഥാ പശുപമന്ദിരേ ത്വയി മുകുന്ദ നന്ദപ്രിയ പ്രസൂതി ശയനേശയേരുവതി കിഞ്ചിദഞ്ജത്പദേ വിബുദ്ധ്യ വനിതാ ജനൈസ്തനയ സംഭവേ ഘോഷിതേ മുദാ കിമു വദാമ്യഹോ സകലമാകുലം ഗോകുലം. ഹരേ കൃഷ്ണ. ഹരി ബോൾ. വേറെ ആരോ മാതാജി വായിക്കുന്നുണ്ടായിരുന്നു. വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. വായിച്ചു. പശുപമന്ദിരേ ത്വയി മുകുന്ദ നന്ദപ്രിയ പ്രസൂതി ശയനേശയേരുവതി കിഞ്ചിദഞ്ജത്പദേ വിബുദ്ധ്യ വനിതാ ജനസ്തനയ സംഭവേ ഘോഷിതേ മുദാ കിമു വദാമ്യഹോ സകലമാകുലം ഗോകുലം. ഹരേ കൃഷ്ണ. സൗണ്ട് ഇത്രയേ ഉള്ളോ? യഥാർത്ഥ സൗണ്ട് ഇത്രയേ ഉള്ളോ? ഇച്ചിരി ദൂരെയാ മാതാജി ഇരിക്കുന്നത്, അതുകൊണ്ടാ. ശകലം ദൂരോട്ട് മാറ്റി വെച്ചിരിക്കുന്നുണ്ട്. ശബ്ദം ശരി. അല്ലാതെ സൗണ്ട് ഉണ്ടല്ലോ. നാരായണി വായിക്കുമ്പോൾ നല്ല സൗണ്ട് വേണം. അതാ ഞാൻ ചോദിച്ചത്. സൗണ്ട് ഉണ്ട് മാതാജി. തഥാ പശുപമന്ദിരേ ത്വയി മുകുന്ദ നന്ദപ്രിയ. ഭഗവാനെ, എല്ലാവർക്കും മോശം കിട്ടുന്ന ആ ഭഗവാനെ എന്ത് ചെയ്തു? പശുപമന്ദിരേ കൊണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗോപാലന്മാരുടെ കുടിയില് കൊണ്ടു ചെന്നിട്ട് അവിടെ ഭഗവാൻ ഇനി വളരുവാണ്. പശുപമന്ദിരേ ത്വയി മുകുന്ദ നന്ദപ്രിയ. എല്ലാവർക്കും മോശം നൽകുന്ന ഭഗവാൻ എന്താ ചെയ്യുന്നത്? നന്ദഗോപഗ്രഹത്തില് യശോദയുടെ പ്രസൂതി ശയനേശയേരുവതി കിഞ്ചിദഞ്ജത്പദേ. യശോദയുടെ പ്രസവമത്തെ കിടന്നിട്ട് എന്താ ചെയ്യുന്നത്? വിവിക്ത വനിതാ ജനത്തനയ സംഭവേ ഘോഷിത. അരെ, ഞാൻ വന്നു കഴിഞ്ഞു. എല്ലാരും ഉണരെ. എല്ലാരും എങ്ങനെയാ? മായാദേവിയാണെന്നുണ്ടെങ്കിൽ എല്ലാരും ഉറക്കിക്കിടത്തുമല്ലായിരുന്നു. വസുദേവരാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ കൊണ്ട് കിടത്തിയമിച്ച് വസുദേവി പെൺകുട്ടിയെ കൊണ്ട് അങ്ങ് പോയില്ലേ. പോയി കഴിഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേ എന്താ ഭഗവാൻ കാണിക്കുന്നത്? വിവിക്ത വനിതാ ജനത്തനയ സംഭവേ ഘോഷം. ഞാൻ വന്നു കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് കൈകാലെടുത്ത് കുടഞ്ഞിട്ട് ശബ്ദമുണ്ടാക്കാൻ കരയാൻ തുടങ്ങി. ത്യുതാമുദാ കിമു വദാമിഹോ സകലമാകുലം ഗോകുലം. അപ്പോഴത്തേക്ക് എല്ലാവരും ഉണർന്നു നോക്കിയപ്പോഴെന്താണ് ശ്യാമസുന്ദരനായിട്ടുള്ള അതിസുന്ദരനായിട്ടുള്ള ഒരു കുഞ്ഞുവാവാന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് കിടക്കുന്നു. അതുകൊണ്ടുണ്ടല്ലോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി എന്നുള്ളത്. എന്താ, നന്ദഗോപർക്കും യശോദമ്മയ്ക്കും കുട്ടി ഉണ്ടാക്കിയിരിക്കും. അവരുടെ രാജാവല്ലേ ഇവര്. അതുകൊണ്ട് അതുമല്ല, ഒരുപാട് പ്രായമായി ഇതുവരെ കുട്ടികൾ ഉണ്ടായിട്ടില്ലായിരുന്നു. അന്നേരം ഈ കുഞ്ഞുണ്ടായപ്പോഴത്തേക്കും
എല്ലാ ഗോകുലവാസികളും മൊത്തം ആനന്ദത്തില് ആറാടി എന്നുള്ളതാണ്. അഹോ ഖലു യശോദയാ നവകളായ ചേതോഹരം അവർ പറയുന്നതായി പറയുന്നേ. ഹന്തമലമന്തികേ പ്രഥമമാവിപത്താദൃശ പുനസ്തനഭരം നിജം സപതിപായ എന്താമുധാ മനോഹര തനുസ്പൃശ ജഗതി പുണ്യവന്തോചിതാ. അഹോ ഖലു യശോദയാ നവകളായ ചേതോഹരം ഭവന്തമലമന്തികേ പ്രഥമമാവിപത്യാദൃശ പുനസ്തനഭരം നിജം സപതിപായ യന്ത്യാമുധാ മനോഹര തനുസ്പൃശാ ജഗതി പുണ്യവന്തോചിതാ. അഹോ ഖലു യശോദയാ നവകളായ ചേതോഹരം ഭവന്തമലമന്തികേ പ്രഥമമാവിപത്താദൃശ പുനസ്തനഭരം നിജം സപതിപായ യന്ത്യാമുധാ മനോഹര തനുസ്പൃശാ ജഗതി പുണ്യവന്തോചിതാ. വായിച്ചോ. ഹരേ കൃഷ്ണ മാതാജി. അഹോ ഖലു യശോദയാ നവകളായ ചേതോഹരം ഭവന്തമാലമന്തികേ പ്രമദമാവിവന്ദ്യദൃശാ പുനസ്തനാഭരം നിജം സപതി ഭായയന്ത്യാമുദാ മനോഹര തനുസ്പൃശാ ജഗതി പുണ്യവന്തോചിതാ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നമോ ദേവായ. അഹോ ഖലു യശോദയാ നവകളായ ചേതോഹരം ഭവന്തമലമന്തികേ പ്രഥമമാവിബന്ധ്യാദൃശ പുനസ്തനഭരം നിജം സപതി വായയന്ത്യമുദാ മനോഹരാതനുസ്പൃശാ ജഗതി പുണ്യവന്തോചിതാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരാളോട് വായിക്കൂ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഹോ ഖലു യശോദയാ നവകളായ ചേതോഹരം ഭവന്തമലമന്തികേ പ്രഥമമതിബന്ധ്യദൃശ്യ പുനസ്തനഭരം നിജം സപതി പയായന്ത്യമുധാ മനോഹരതനു പൃശാ ജഗതി പുണ്യവന്തോചിത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. നീ ഒരാളോട് വായിച്ചു. മുമ്പേ ആരും വായിക്കാൻ ഇതാവുന്നുണ്ടായിരുന്നു. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഘോ ഖലു യശോദയാ നവകളായ ചേതോഹരം ഭവന്തമലമന്തികേ പ്രമദമാവിബന്ധ്യാദൃശ പുനസ്തനഭരം നിജം സപതി പായയന്ത്യാമുദാ മനോഹരതനുസ്പൃശാ ജഗതി പുണ്യവന്തോചിതാ. ഹരേ കൃഷ്ണ. ഇനി ഒരു പ്രവചിയോട് വായിക്കേ. എല്ലാം പോയോ? ചോർണം പോയോ? അഹോ ഖലു യശോദയാ നവകളായ ചേതോഹരം ഭവന്തമലമന്തികേ പ്രഥമമാവിബന്ധ്യാദൃശ പുനസ്തനഭരം നിജം സപതി പായയന്ത്യാമുദാ മനോഹര തനുസ്പൃശാ ജഗതി പുണ്യവന്തോചിതാ. ഹരിബോ. ഹൃദയത്തിൽ നിന്ന് ഉള്ളിന്ന് വരുന്ന ആ വായനയായി ഇത്. മനസ്സിലായോ പറഞ്ഞത്? അതൊക്കെ വരണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ കുറേ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടാ പറയുന്നത്. അതിൽ നിന്നിട്ട് എന്തൊക്കെ മായയുടെ പ്രലോഭനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും തിരിഞ്ഞു പോവരുത്. ഇനിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഹരേ കൃഷ്ണ മഹാമന്ത്രം എല്ലാം ജപിക്കാൻ തുടങ്ങണം. അതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ പട്ടാഴിയിൽ ഒരു ഹരേ കൃഷ്ണ ആശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ സുഖമായിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ശനിയാഴ്ചയും അവിടെ സത്സംഗങ്ങളുണ്ട്. ആ സത്സംഗത്തിൽ അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ് നടക്കുന്നത് മനസ്സിലാവും. അതുകൊണ്ട് എന്താ നമ്മുടെ ശരീരം കൊണ്ടായാലും ഒക്കെ ഏത് തരത്തിലായാലും ഓരോരോ സേവകൾ അവർക്ക് വേണ്ടിയിട്ടും ചെയ്യണം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊന്നും അറിയാൻ പറ്റില്ല നമ്മളെ പറ്റി എന്താ ഏതാണെന്ന്. പുണ്യകർമ്മങ്ങൾ മാത്രമേ നമുക്ക് നമ്മുടേതായിട്ടുള്ളൂ എന്നുള്ളതാണ്. ബാക്കി എല്ലാണെന്നുണ്ടെങ്കിൽ ഭൗതികമാ അത് നശിക്കുന്നതാണ്. പക്ഷെ ഈ കർമ്മങ്ങളിലുണ്ടല്ലോ, ആ കർമ്മം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എപ്പോഴും നമുക്ക് ഒരു അഡ്വാൻസ് ആയിട്ട് നമ്മുടെ കൂടെ എപ്പോഴും അത് കാണുമെന്നുള്ളതാണ്. ഒരുപാട് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ തന്നെ വേണ്ടുന്ന എന്താ പറയുന്നത്, നമുക്ക് പറയത്തില്ലേ, പാത്രം അറിഞ്ഞു വേണം ദാനം ചെയ്യാൻ വേണ്ടിയിട്ട്. ആ പാത്രം എങ്ങനെയുള്ളതാണ്, അത് നമ്മൾ വളരെ കണ്ടറിഞ്ഞിട്ട് വേണം ചെയ്യാൻ. അന്നേരം മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്. ഒരിക്കലും ഇവിടെ അടുത്ത ശനിയാഴ്ചയെങ്കിലും അവിടെ അറ്റൻഡ് ചെയ്യും കേട്ടോ സുനിലെ. ഹരിബോൾ. ഹരേ കൃഷ്ണ.
അതെ, ഹലോ ഹലോ യശോദയ നമുക്കെല്ലാം ചെയ്തവര് ഒരേ കാലും കൈയിട്ട് കുഞ്ഞി കിടന്ന് അടിക്കാൻ തുടങ്ങിയപ്പോ യശോദാമയ്യ ഉണർന്നു കഴിഞ്ഞപ്പോ ഒരു അതിസുന്ദരനായിട്ടുള്ളൊരു ബാലകന് എന്താ കായാമ്പ് പോലെ കളറ്. എന്നിട്ട് ആ കൊച്ചിന്റെ മുഖത്ത് നോക്കിയിട്ടുണ്ടല്ലോ, അമ്മയ്ക്ക് യശോദയ്ക്കാണെന്നുണ്ടെങ്കിൽ കണ്ണുകൾ മാറ്റാൻ വേണ്ടിയിട്ട് തോന്നുന്നില്ല. പന്തമല മതികേ പ്രഭമാവി ബത്താദൃശ. ആ അമ്മയ്ക്ക് കണ്ണെടുക്കാനേ തോന്നില്ല. അത്രയ്ക്ക് അതിമനോഹരനായിട്ടുള്ള ഒരു സുന്ദരബാലൻ തന്റെ അടുത്ത് കിടന്ന് കൈകാലിട്ട് കുടഞ്ഞിട്ട് കരയുന്നു. ആ അമ്മ എന്ത് ചെയ്തു? പുനസ്തരകരം നിജം സവതിപായന്ത്യാമുത. കുഞ്ഞു കരയുന്നതിന് വേണ്ടിയിട്ട് ആ കുഞ്ഞുങ്ങൾ എന്തിനു കരയും? ഉണ്ണി അവര് മൂത്രം ഒഴിച്ചിട്ട്, അല്ലാന്ന് ആ തണുപ്പത്ത് അവിടെ കിടക്കുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ പാലിന് വേണ്ടിയിട്ട്. അതെ, ഈ അമ്മയ്ക്ക് മനസ്സിലായി. എന്നിട്ട് എന്ത് ചെയ്തു? സ്തനഭരം നിജം സബതി പായന്ത്യം. ആ കുഞ്ഞിനെ വാരി എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ തന്റെ പാല് ആ കുഞ്ഞിന് കൊടുക്കുകയാണ്. മനോഹരത്തന സ്പൃശ ജഗതി പുണ്യവന്തോജിത. അന്നേരം കുഞ്ഞിനെ ഇങ്ങനെ തടവുന്നു. എന്നിട്ട് സ്നേഹത്തോടുകൂടി, അമ്മമാരെപ്പോഴും അങ്ങനെയാണല്ലോ, മക്കൾ എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാലും ആ അമ്മ ഒരിക്കലും അതെന്നുണ്ടെങ്കിൽ ആ മക്കൾക്ക് എതിരായിട്ട് പറയില്ല എന്നുള്ളത് ഇപ്പോഴും നമ്മുടെ കൺമുമ്പിൽ തന്നെ 1-2 എക്സാമ്പിളുകൾ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തെല്ലാം ദുഷ്ടതകൾ ചെയ്തു കഴിഞ്ഞാലും ആ അമ്മ ഒരിക്കലും കുഞ്ഞുങ്ങളെ തള്ളി പറയില്ല എന്നുള്ളതാണ്. ഇത് അതേപോലെ തന്നെ ആ അമ്മ എന്താ, കുഞ്ഞിനെ അങ്ങോട്ട് കണ്ടിട്ടാണ്, നവകളായ കോമൾ ആ കൊച്ചുമോനെ കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് കണ്ണെടുക്കാൻ തോന്നില്ല. വാരിക്കോരി എടുത്തു കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് സ്തനഭരം മുലപ്പാൽ കൊടുക്കാൻ തുടങ്ങി. എന്നിട്ടോ ഇങ്ങനെ തൊട്ട് തലോടി ആ കുഞ്ഞിനെയാണെന്നുണ്ടെങ്കിൽ തൊട്ട് തലോടി അതിനെ സാന്ത്വനിപ്പിക്കാൻ. അത് പറയാ ജഗതി പുണ്യവന്തോചിത. ഈ അമ്മ എന്താ എത്ര പുണ്യമാണ് ചെയ്തിരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രൈലോക്യനാഥനെയാണ് അമ്മയ്ക്ക് കുഞ്ഞാട്ട് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂലും. ഈ കുഞ്ഞിനെ ഈ രൂപം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് യോഗീന്ദ്രന്മാർ എത്രയോ വർഷക്കാലം, എത്രയോ 1000-10,000 വർഷക്കാലമാണ് അവർ തപസ് ചെയ്യുന്നത്. പക്ഷെ ആ ആ രൂപത്തിന്റെ ഒരു പ്രകാശം മാത്രമേ കാണിച്ചു കൊടുക്കൂ എന്നുള്ളതാണ്. പക്ഷെ ഈ ഗോപി എന്ത് പുണ്യമാണ് ചെയ്തിരിക്കുന്നത്. ഈ ത്രൈലോക്യനാഥനെ തന്റെ കുഞ്ഞായിട്ട് പരിലാളിക്കാനുള്ള ആ ഒരു ഭാഗ്യം എന്ത് പുണ്യമാണ് ഈ അമ്മ ചെയ്തിരിക്കുന്നതെന്ന് കവി തന്നെത്താനെ ചോദിക്കുക. ഭട്ടതിരിപ്പാട് തന്നെത്താനെ ചോദിക്കുക. ഭട്ടതിരിപ്പാട് തന്നെത്താനല്ലയോ പറയുന്നേ, എല്ലാ ദേവതകളും ബ്രഹ്മ മഹേശ്വരന്മാർ എല്ലാവരും സ്വയം ചോദിക്കുക, ഇത്രയും സൗഭാഗ്യമോ ഈ ഗോപിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കൂലും. കയറിട്ട് കെട്ടിയില്ലേ ആ കണ്ണനെ ഈ അമ്മ. ഈശ്വര. ഇനി അടുത്തത് എന്താ പറയുന്നത്? ഭവത് കുശല കാമയാ സകലു നന്ദഗോവർത്തതാ പ്രമോദഭര സങ്കിലോ ദ്വിജകുലായ കിം നാദദാ തദൈവ പശുപാലക കിമിന മംഗളം തേനിരേ ജഗത്ഹൃദയ മംഗള ത്വമിയ പാകി മാമാമയാത്. ഭവത് കല കുശല കാമയാ സകലു നന്ദഗോവർത്തതാ പ്രമോദഭര സങ്കുലോ ദ്വിജകുലായ കിം നാദദാത് തദൈവ പശുപാലക കിമിനു മംഗളത്തേനിരേ ജഗത്ഹൃദയ മംഗള ത്വമിക പാകി മാമാമയാത്. ഭവത് കുശല കാമയാ സകലു നന്ദഗോപപ്തദാ പ്രമോദഭര സങ്കുലോ ദ്വിജകുലായ കിം നാദദാ തദൈവ പശുപാലക കിമിന മംഗളം തേനിരേ ജഗത്ഹൃദയ മംഗള ത്വമിക പാകി മാമാമയാത്. ഭവത് കുശല കാമയ സഹലു നന്ദഗോപസ്ത്രത പ്രമോദഭര സങ്കുലോ നിജകുലായ കിം നാദദാത് തദൈവ പശുപാലക കിമിന മംഗളം തേനിരേ ജഗത്ഹൃദയ മംഗള ത്വമിക പാകി മാമാമയാത്. വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. കുശല കാമ്യയാ സകലു നന്ദഗോപസ്തദാ പ്രമോദഭാര സങ്കുലോ ദ്വിജകുലായ കിം നദാദദ തദൈവ പശുപാലക കിമൂന മംഗളം തേനിരേ ത്രിയായ മംഗല തമിക ഭാഗി മാമദാത്മായ. ഒരു ദീർഘം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ തൃശ്ശൂക്കാരുടെ ഭാഷ എന്താണെന്നറിയാമോ? അരെ കൂട്ടേ എന്തെടുക്കണ്. പിന്നെ അതേപോലെ തിരുവനന്തപുരത്തെ ഭാഷ അപ്പി. അങ്ങനെ പല പല ഭാഷകള്. അതുകൊണ്ട് എന്താണ് ദീർഘങ്ങളെല്ലാം അതാത് സ്ഥാനത്ത് തന്നെ ഇട്ടോളൂ കേട്ടോ. പണ്ട് ഒരു കഥ എന്ന് പറയാല്ല, ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം. പാലക്കാട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടര്
പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ചെറുക്കന്റെ പെണ്ണ് പാലക്കാട്ടുകാരാ, അല്ല പെണ്ണ് തിരുവനന്തപുരത്താ, ചെറുക്കൻ പാലക്കാട്ടുള്ളത്. അന്നേരം പാലക്കാട്ട് നിന്ന് ചെറുക്കന് തിരുവനന്തപുരത്ത് വന്ന് പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ടാ. അന്നേരം ആ വീട്ടുകാര് ഭയങ്കര സന്തോഷത്തോടു കൂടി പറയുക, അപ്പി തന്നെ ആദ്യം എന്താ ചെയ്തത്, സ്കാഷ് കൊണ്ട് കൊടുത്തു. സ്കാഷ് കൊണ്ട് കൊടുത്ത് അവരുടെ കയ്യിൽ ഇങ്ങനെ ക്ലാസ് വെച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അമ്മയുടെ വർണ്ണനയാ, അപ്പി തന്നെ ഉണ്ടാക്കിയതായത്. മനസ്സിലായോ? ആർക്കൊന്നും മനസ്സിലായില്ലെന്ന് മനസ്സിലാവുന്നു പോ. എന്ന് പറയുന്നത് പോലെ എന്താ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായോ? ഈട്ടന്റെ അടുത്ത് നീട്ടുക, കുറുക്കന്റെ അടുത്ത് കുറുക്കുക, ദീർഘം വേണ്ടടുത്ത് ദീർഘം ഇടുക കേട്ടോ. അങ്ങനെ ഒരുപാടുണ്ട്. നേരെ എന്റെ മോനെ നോക്കി ഇതൊരു തലശ്ശേരിക്കാരായിരുന്നു. തലശ്ശേരിക്കാർ അവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറയും കുപ്പായം എടുത്തിട്, പിന്നെ ചെമ്പ് കൊണ്ട് കള. മനസ്സിലായി? ചെമ്പെന്ന് പറയുന്നത് നമ്മളൊക്കെ ചെമ്പെന്ന് പറയുമ്പോൾ വലിയ ചെമ്പിനല്ലേ ഇപ്പൊ ഈ വലിയ കൂടുതൽ സാധനം ഉണ്ടാക്കുന്നതിനാണ് ചെമ്പ് പറയുന്നത്. അവര് ഈ പാത്രമാ പറയുന്നത്, എടുത്തെറിയേ കൊണ്ടുവെക്കാൻ പറയുന്നതിന് അവര് പറയും ചെമ്പെടുത്തെറിയെന്ന്. ഇവൻ എന്ത് ചെയ്യുമെന്ന് അറിയുമ്പോ ഞങ്ങൾ നാട്ടിൽ വരുമ്പോ ഈ ഭാഷ തന്നെ, തലശ്ശേരി ഭാഷ തന്നെയാ ഈ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. അന്നേരം എല്ലാവരും ഇവനെ കളിയാക്കിയിട്ട് ഈ കൊച്ചെന്ത് ചെയ്യുമെന്ന് അറിയുമ്പോൾ നേരെ ഹിന്ദിയിലോട്ട് അങ്ങ് പോകും. അതുകൊണ്ടുണ്ടല്ലോ ഈ കൊച്ചിന് മലയാളം ഇപ്പോഴും ശരിക്കും പറയാറില്ല, അറിയാമോ? അങ്ങനെ ഓരോ ദേശത്തും ഓരോ ഭാഷയാണെന്ന ഈ പറഞ്ഞു വരുന്നതിന്റെ വ്യത്യാസങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് കൂട്ടന്റെ അടുത്ത് കൂട്ടുക, കുറയ്ക്കന്റെ അടുത്ത് കുറയ്ക്കുക. ഓക്കെ, ശരി. ഹരി കൃഷ്ണ. അതെ, ഞാനൊരു തമാശയായിട്ട് പറഞ്ഞതാ ഇതൊക്കെ കേട്ടോ. നിങ്ങളിരുന്ന് ഉറങ്ങുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടായിട്ട് ഉറക്കം പോകാൻ വേണ്ടിട്ടാ ഇത്രയൊക്കെ പറയുന്നത് കേട്ടല്ലേ പറഞ്ഞേ. ഉറങ്ങുമല്ല മാതാജി, ഹരേ കൃഷ്ണ കേട്ടല്ല. ഭവത്കുശലാകം കാമ്യയാ സകലോ നന്ദഗോപസ്തദാ പ്രമോദഭരസംഘുലോ ദ്വിജകുലായ കിം നാദദാത് തദേവ പാശുപാലകാ മുനമംഗളം നേതിരേ ജഗത്രയ മംഗള ത്വമിക ഭാവി മമാമായയാ. ഹരേ മാമാമയാത്. ഓക്കെ, ഹരിബോൾ. സകലു നന്ദഗോപസ്തദാ പ്രമോദഭരസംകുലോ ദ്വിജകുലായ കിം നാദദാത് അഥൈവ പശുപാലകാ കിമുന മംഗളം തേനിരേ ജഗത്രിദയ മംഗള ത്വമിഹ പാവി മാമാമയാത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരു പ്രവചനം വായിച്ചോ. ഹരേ കൃഷ്ണ. ഭവൽകുശലകാമയാ സകലു നന്ദഗോപസ്തദാ പ്രമോദപരസംകുലോ ദ്വിജകുലായ കിം നാദദാൽ തഥൈവ പശുപാലകാ കിമുന മംഗളം തേനിരേ ജഗത്രിദയ മംഗല ത്വമിഹ പാഹി മാമാമയാൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അന്നേരം യശോദാമ്മയാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ എടുത്ത് ലാളിക്കുന്നു. നന്ദഗോപർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കുട്ടികളൊക്കെ ഉണ്ടാവുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഒരുപാട് പശുക്കളെയൊക്കെ ഒരുപാട് ദാനം ചെയ്യുമെന്നുള്ളതാ. നന്ദഗോപർ എന്താ ചെയ്യുന്നത്? ഭഗവത് കുശല കാമയാ സകല നന്ദഗോപത്തതാ. നന്ദഗോപരാണെന്നുണ്ടെങ്കിലോ ഒരുപാട് ആനന്ദം ഉണ്ടാവൂലേ അവർക്കൊക്കെ. ഉണ്ടാവാതിരുന്ന കുഞ്ഞ്, അത് ഇത്രയും അതിസുന്ദരനായിട്ടുള്ള കുഞ്ഞ്. ആ കുഞ്ഞിനെ കണ്ടപ്പാടെ എന്താ ചെയ്യുന്നത്? പ്രമോദപര സങ്കുരോ ദ്വിജകുലായ കിം നാദദാത്. ഒരുപാട് ഭഗവാന് കുട്ടിക്ക് ക്ഷേമം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ബ്രാഹ്മണർക്ക് ഒരുപാട് കാര്യങ്ങൾ ദാനം ചെയ്യുന്നു. പശുക്കളെ ആയാലും അങ്ങനെ ദാനം ഒരുപാട് ബ്രാഹ്മണർക്കാരെ കൂടുതലും ദാനങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളതാണുള്ളത്. അവരുടെ യഥാർത്ഥത്തില് ഭഗവാന്റെ ശ്രീമുഖത്തിൽ നിന്നാണ് ബ്രാഹ്മണർ വന്നിരിക്കുന്നത്. അത് ബ്രഹ്മണ്യത്തിൽ ജീവിക്കുന്ന മാത്രമേ ഉള്ളൂ. ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് ബ്രാഹ്മണ്യം എങ്ങനെ അവര് പാലിച്ചു പോകുന്നുണ്ടോ അതിനനുസരിച്ചാണ് ബ്രാഹ്മണരാകുന്നത്. എന്നിട്ട് ആ ബ്രാഹ്മണർക്ക് എന്താ, വേദങ്ങൾ അഭ്യസിപ്പിക്കാനെ കൊണ്ടും പൂജാതി കർമ്മങ്ങളെ അവർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ കലികാലത്ത് നമുക്ക് ബ്രാഹ്മണർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഈവൻ ഒരു സെക്യൂരിറ്റിയുടെ ജോലി പോലും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതാണ് കാലത്തിന്റെ ആ ഒരു മാറ്റം എന്നുള്ളത്. ഇതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, നന്ദഗോപര് ഈ കുഞ്ഞിനെ അങ്ങോട്ട് കണ്ടപ്പോഴത്തേക്ക് ആനന്ദപരവശനായിട്ട് ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കുന്നത്. മനസ്സിലായവരെ ദ്വിജകുലായ കിം നാദദാത്. എന്തെല്ലാം കൊടുത്തോ, പലതും ദാനം ചെയ്തു എന്നുള്ളതാണ്. തദൈവ പശുപാലകിം മംഗളം തേനിരേ. എന്തെല്ലാം സത്കർമ്മങ്ങളാ ചെയ്തത്?
നന്ദഗോപര് സ്വന്തം കുഞ്ഞിന് വേണ്ടിയിട്ട് എന്നുള്ളതാ. നമ്മളെ സത്കർമ്മം ചെയ്യുന്ന നമ്മുടെ കൊച്ചുങ്ങൾ 28 കഴിഞ്ഞു കഴിഞ്ഞാല് പിടിച്ചോ നല്ല ഒരു പേരിടിയിൽ തുടങ്ങും. പേരിടിയിലിന് എല്ലാരെയും വിളിക്കും. എല്ലാരെയും വിളിച്ചിട്ട് എന്താ ചെയ്യുന്നത്? ഒരു 100 കോഴി അങ്ങ് കൊല്ലും. ആ കോഴിയുടെ എല്ലാ ശാപം ഇന്നാ പിടിച്ച മോളെ എന്ന് പറഞ്ഞ് ആ കുഞ്ഞിന് കൊടുക്കും എന്നുള്ളത് അല്ലേ? നമ്മുടെ ആ ഒരു വ്യത്യാസം, ഇവരുടെയൊക്കെ വ്യത്യാസം നോക്കുവാനും അന്നേരം ഒരുപാട് സത്കർമ്മങ്ങൾ ഈ കുഞ്ഞിന് നന്മ വരാൻ വേണ്ടിയിട്ട് നന്ദഗോപര് ചെയ്യുന്നു. തദൈവ പശുപാലക കിംന മംഗളം തേനിരി. ആ പശുപാലകനായിട്ടുള്ള നന്ദന് അങ്ങയുടെ മംഗളത്തിന് വേണ്ടിയിട്ട് എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യുന്നു. ദാനങ്ങൾ ഞാൻ വാരിക്കോരി കൊടുക്കുന്നു എന്നുള്ളതാണ്. ജഗത്രതയ മംഗള ത്വമികി പാകി മമാ മയാത്. ഭഗവാൻ അവർക്കറിയില്ലല്ലോ ഈ എല്ലാ ലോകത്തിനും മംഗളം നൽകുന്നതായിട്ടുള്ള ഭഗവാനാണ് ഇതെന്നുള്ളത് അവർക്കറിയില്ലല്ലോ. ഈ ഭഗവാന്റെ മംഗളത്തിന് വേണ്ടിയിട്ട് നന്ദഗോപർ ഇത്രയും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് ആര് പറയുന്നത്? ഭട്ടതിരിപ്പാട് പറയുന്നത്. ജഗത്രതയ മംഗള, 3 ലോകത്തിനും മംഗളം ചെയ്യുന്ന ത്വമിക, അങ്ങയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നുള്ളതാ. എന്നെ എന്നിട്ട് പാകി മാമ മയാത്. അങ്ങനെയുള്ള ഭഗവാനെ എന്താ ചെയ്യേണ്ടത്? എന്നെയും കൂടി രക്ഷിക്കണമേ, എന്റെ രോഗത്തിൽ നിന്നിട്ട് എന്നെയും കൂടി വിമുക്തനാക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഭട്ടതിരിപ്പാടാണെന്നുണ്ടെങ്കിൽ ഈ ദശകം അവസാനിപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ, ഹരിബോൽ. സമയം ഒരുപാടായിരിക്കുന്നു. എന്നിട്ട് നമുക്കിപ്പം ഈ എടുത്ത എല്ലാ ഭാഗങ്ങളും ഭഗവാന്റെ തൃക്കാലക്കല് നമുക്ക് സമർപ്പിക്കാം. ഗുരുവായൂരപ്പന്റെ തൃക്കാലക്കൽ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ, ഹരിബോൽ.